എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങൾ, ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങൾ, 3 ആൺമക്കളാണ്, 3 കുസൃതികളാണ്. ഒന്നിനേക്കാൾ മുകളിൽ കുസൃതി. അവർ തമ്മിലൊരു മത്സരമുണ്ട്, ഞങ്ങളിൽ ആരാണ് കൂടുതൽ കുസൃതി എന്നുള്ളതിനെക്കുറിച്ചൊരു മത്സരം നടത്തുന്നവരാണ് 3 പേരും. ഇപ്പോൾ ഇവർ 3 പേരും ചെറുതായിരുന്നു, ഇപ്പോൾ രസകരമായിരുന്നു. അത് കഴിഞ്ഞ് വളർന്ന് മറ്റേ pre-KG, LKG, UKG ഇങ്ങനെ കയറി വരിക. അപ്പോൾ സാധാരണഗതിയിൽ സ്കൂളിൽ ടീച്ചേഴ്സിന് ഇറ്റങ്ങളെ 3 കണ്ടാൽ മനസ്സിലാവില്ല, 3 ഒരുപോലെ ഇരിക്കുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഇവിടെ ഒരു വ്യത്യാസം അപ്പനും അമ്മയ്ക്കും മനസ്സിലാവും, വേറെ ആർക്കും അത് മനസ്സിലാകത്തില്ല. അത്രയും വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ 3 പേരും തമ്മിലുള്ളൂ. ടീച്ചേഴ്സിനൊന്നും യാതൊരു വിധത്തിലും മനസ്സിലാവാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ സാധാരണ സ്കൂളിൽ 3 പേരും വരുന്നു, ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരിക്കുന്നു, അറ്റൻഡൻസ് വിളിക്കുന്നു, അവർ കൃത്യമായ അറ്റൻഡൻസ് പറയുന്നു. ഒരു ദിവസം 3 പേരിൽ ഒരുത്തിന് പനി വന്നു, ഒരാൾക്ക് പനി. അപ്പോൾ പനി വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചർ അറ്റൻഡൻസ് വിളിക്കുക. അപ്പോൾ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ 3 പേർക്കും അറ്റൻഡൻസ് ഉണ്ട്. ആകെ 2 പേരാണ് ക്ലാസ്സിൽ വന്നിട്ടുള്ളൂ, പക്ഷെ 3 പേരും ആളെ ചോദിക്കുമ്പോൾ ഞാൻ റെഡിയാണ് എന്ന് പറയും. അപ്പോൾ സത്യത്തിൽ ആരാണ് ആബ്സെൻറ്റ് എന്നുള്ളത് ടീച്ചറിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ടീച്ചർ തന്നെ അവനോട് ചോദിച്ചു, എടാ നിൻ്റെ പേരെന്നാ? അപ്പോൾ അവനൊരു പേര് പറയും. അപ്പോൾ മറ്റവനോട് ചോദിക്കും, അവൻ്റെ പേരെന്നാ? അപ്പോൾ അവൻ വേറൊരു പേര് പറയും. അപ്പോൾ വീണ്ടും ഇവനോട് ചോദിക്കും, അപ്പോൾ ഇവൻ 3ാമത്തെ പേര് പറയും. സത്യത്തിൽ ഇതിനകത്ത് ആരാണ് ആബ്സെൻ്റ് എന്ന് ടീച്ചറിന് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. ലാസ്റ്റ് ടീച്ചർ തന്നെ മാതാപിതാക്കൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, അതായത് പിള്ളേരിൽ ആരെങ്കിലും ഒരാൾ ആബ്സെൻ്റ് ഉണ്ടെങ്കിൽ ആരാണ് ആബ്സെൻ്റ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പറയുക, ഞങ്ങൾക്ക് കണ്ടുപിടിക്കുക അസാധ്യമാണ്. കാരണം 3 ഒരുപോലെ ഇരിക്കുക, യാതൊരു വിധ വ്യത്യാസവും ഇല്ല, ഒരു ചേഞ്ചും ഈ 3 അതുകൊണ്ട് ഇവന്മാരാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കത്തുമില്ല. 3 പേർക്കും ഇവർ നോക്കുമ്പോൾ ചുളിവിൽ 3 പേർക്കും ഒരു അറ്റൻഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, ടീച്ചറിന് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ടീച്ചർ കണ്ടുപിടിച്ചിട്ട് ആരെയാന്ന് വെച്ചാൽ ആബ്സെൻ്റ് ഇടട്ടെ എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. അപ്പം ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ടീച്ചർ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചതാണ്. അപ്പനും അമ്മയും തന്നെ പറയണം, വേറെ വഴിയില്ല. പലപ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്കൊരു സംശയമുണ്ട്, പിതാവിനെയാണോ ആരാധിക്കേണ്ടത്, പുത്രനെയാണോ ആരാധിക്കേണ്ടത്, പരിശുദ്ധാത്മാവിനെയാണോ ആരാധിക്കേണ്ടത്? ഇനി 3 ദൈവവും അല്ലെങ്കിൽ 3 ആണോ, ഇവർ 3 ഒന്നാണോ, ഒരു ദൈവമാണോ ഉള്ളത്, അതേ 3 ദൈവമാണോ ഉള്ളത്? ഇനി ഒരാൾ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി 2 പേരും പ്രസൻ്റ് ആയാൽ ഇനിയിപ്പോൾ ഇതിനകത്ത് ആരാണ് ആബ്സെൻ്റ്, ആരാണ് പ്രസൻറ്റ്, മൊത്തം കൺഫ്യൂഷനാണ് നമുക്ക്, അല്ലേ? ക്രിസ്ത്യാനി പൊതുവേ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനിക്ക്, പ്രത്യേകിച്ച് കത്തോലിക്കരുണ്ടായിരുന്ന വലിയൊരു കൺഫ്യൂഷൻ സഭ തന്നെ മാറ്റി. മാതാവ് ആരാണ്, എന്താണ്, എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞപ്പോൾ ഓഹോ എന്നായിരുന്നു, മാർപ്പാപ്പ പറഞ്ഞപ്പോൾ ഓഹോ കറക്റ്റാണ്, നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പെന്തക്കോസ്തായിരുന്നു, ഞാൻ മാതാവ് സഹരക്ഷകയല്ല എന്ന് പറഞ്ഞപ്പോൾ ഡെസ്റ്റിൻ പെന്തക്കോസ്തായിരുന്നു, പക്ഷെ മാർപ്പാപ്പ പറഞ്ഞപ്പോൾ ഓക്കെ ഒബേ അംഗീകരിച്ചിരിക്കുന്നു. ഇനി മാർപ്പാപ്പയെ പെന്തക്കോസ്തെന്ന് വിളിച്ചവരും ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ആദിമസഭയിൽ ഈ വിശ്വാസം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം, ഈ കാര്യം വ്യക്തമായി പഠിപ്പിക്കുകയും സഭാപിതാക്കന്മാർ അതിനെക്കുറിച്ച് കൃത്യമായ വെളിപ്പാടുകൾ ദൈവവചനത്തിൽ നിന്ന് എടുത്ത് പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷെ പലർക്കും അത് മനസ്സിലായില്ല എന്താണെന്നുള്ളത്, എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഒരു 6-ാം നൂറ്റാണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം, ഈ 6-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുന്നൊരു സമയത്ത് മാതാവിനോടുള്ള സ്നേഹം സഭ, എപ്പോഴും ബഹുമാനം സഭ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പം അറേബ്യയിലുള്ളൊരു ചേട്ടന് തോന്നി, ട്രിനിറ്റി എന്ന് പറയുന്നത് പിതാവ് പുത്രൻ മറിയം മാതാവ്, ഇതാണ് ട്രിനിറ്റി എന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു സാധനം ഇല്ല, പിതാവ് പുത്രൻ മാതാവ് ഇങ്ങനെ ഒരു 3 ദൈവം ഇല്ല, ഒറ്റ ദൈവമുള്ളൂ എന്ന് പറഞ്ഞു. സത്യത്തിൽ സഭ എവിടെയെങ്കിലും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ, പിതാവ് പുത്രൻ മറിയം മാതാവ് ഇതാണ് ട്രിനിറ്റി എന്ന് എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല, കുറേയൊക്കെ കത്തിച്ചു. തിരുഹൃദയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാതാവിൻ്റെയും ഔസേപിതാവിൻ്റെയും നടുക്കിരിക്കുന്ന ഒരു ഉണ്ണീശയുടെ ഒക്കെ പടമൊക്കെ ഉണ്ടായിരുന്ന കുറേയൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു, ഒട്ടുമിക്ക വീടുകളിലുണ്ടായിരുന്നു, അല്ലേ, കുറേ കാലം മുമ്പ്. അപ്പോൾ ഇത് കണ്ടിട്ട് ട്രിനിറ്റി ആണെന്ന് തെറ്റിദ്ധരിച്ച ആരെങ്കിലും ഉണ്ടോ? ഇനി അങ്ങനെ ഉണ്ടായിരിക്കാം, പറയാൻ പറ്റത്തില്ല, മനുഷ്യനല്ലേ, സ്വാഭാവികം, ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം. എന്താണ് ത്രിയേക ദൈവം? എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? ആരാണ് നമ്മുടെ ദൈവം? എൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ ഇതിലിപ്പോൾ ആരാണ് വരുന്നത്? പിതാവ് വരുമോ, അത് പുത്രൻ വരുമോ, അത് പരിശുദ്ധാത്മാവ് വരുമോ? ആരാണ് എന്നെ ഇപ്പോൾ സഹായിക്കുക? പെട്ടെന്ന് എൻ്റെ പ്രശ്നത്തിലെ ഒരു സൊല്യൂഷൻ ആരാ തരിക? ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് നമുക്കുണ്ട്. നമുക്കൊരു വചനം വായിക്കാം. 1
2 കൊരിന്തോസ് അതിന്റെ 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. കർത്താവ് ആത്മാവാണ്. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവവചനം പറയാണ് കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. എവിടെയാണ് സ്വാതന്ത്ര്യം ഉള്ളത്? കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത്. എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നു കർത്താവ് ആത്മാവാണ്. ഈ കർത്താവ് ആരാ? പിതാവാണോ, പുത്രനാണോ, പരിശുദ്ധാത്മാവാണോ? ആരാണ് ഈ കർത്താവ്? ദൈവം. ഈസി ആയിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ ചോദ്യമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചത് പിതാവാണോ, പുത്രനാണോ, പരിശുദ്ധാത്മാവാണോ എന്ന് ചോദിച്ചത്. അപ്പോൾ തിരിച്ച് ദൈവം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ബ്രദറിന് ഇഷ്ടമുള്ള എടുത്തോ, പിതാവെങ്കിൽ പിതാവ്, പുത്രനെങ്കിൽ പുത്രൻ, പരിശുദ്ധാത്മാവ്, യുവർ ചോയ്സ്. ആരാണ്? പിതാവാണോ ഇവിടെ ഉദ്ദേശിക്കുന്ന കർത്താവ്? അതേ പുത്രനാണോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കർത്താവ്? പരിശുദ്ധാത്മാവാണോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കർത്താവ്? ഏതാണ് എന്നുള്ളത് പറയാം. നമുക്കറിയാം പഴയ നിയമത്തിൽ കർത്താവ് എന്ന് POC ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ യഹോവ എന്നാണ് സത്യവേദ പുസ്തകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. മിക്കതിടത്തും യഹോവ എന്ന വാക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രീക്കിലാണെങ്കിൽ കുരിയോസ് എന്നാണ് ന്യൂ ടെസ്റ്റമെൻറ്റിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇത് പിതാവിനെയാണ് ഉദ്ദേശിക്കുന്നത്, പുത്രനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടി പുറകോട്ട് പോവാം. 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പം എന്തെങ്കിലും മനസ്സിലാവും നോക്കാം. അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു. അവരുടെ മനസ്സ് കടുപ്പമേറിയതാണ്. അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ ഇതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത്. ക്രിസ്തുവിലൂടെ മാത്രമാണ് ഈ മൂടുപടം. നമ്മളിത് പശ്ചാത്തലം എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾക്ക് അറിയാവുന്നതാണ്. അതായത് പഴയ നിയമത്തിന്റെ മോശയ്ക്ക് ദൈവം സീനായ് മലയിൽ വെച്ച് കൽപ്പനകൾ കൊടുക്കുമ്പോൾ ആ ദൈവം മോശയെ കണ്ടു കഴിഞ്ഞപ്പോൾ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയതിന്റെ ആ തേജസ് മോശയുടെ മുഖത്ത് ജ്വലിച്ചിരുന്നു. ജനത്തിന് ദൈവത്തെ നോക്കാൻ യാതൊരു വിധത്തിലും സാധിക്കത്തില്ല. മോശയുടെ മുഖത്ത് പോലും നോക്കുമ്പോൾ ജനം ഭയന്നിരുന്നു. കാരണം ദൈവവുമായി മുഖാഭിമുഖം ദർശിക്കുകയും സംസാരിക്കുകയും ചെയ്ത മോശയുടെ മുഖത്ത് ആ തേജസ് ജ്വലിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മോശ ഒരു മൂടുപടം വെച്ചിട്ടാണ് ജനത്തെ അഭിമുഖീകരിച്ചിരുന്നത് പലപ്പോഴും. ഇത് ദൈവത്തിൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്ന ആ കൽപ്പനയിൽ കൊടുത്ത ആ കൽപ്പന അത് അത്രത്തോളം തേജസ് ഉള്ളതായിരുന്നെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുകയാണ്, എന്നാൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രത്തോളം ശക്തമായിരിക്കും, അതിലേറെ തേജസ് ഉള്ളതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിൻ്റെ ഒരു മൂടുപടം. കാരണം നിയമത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രത്യേകത നിയമം കൊല്ലുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നിയമം എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൊല്ലുന്നു. ഇപ്പോൾ ഇവിടെ ഒരു നിയമം എഴുതി വെച്ചിരിക്കുകയാണ്, 1 വേ എന്ന് എഴുതി വെച്ചിരിക്കുക. നമ്മൾ ആ 1 വേ തെറ്റിച്ച് ചെന്ന് കഴിഞ്ഞാൽ പോലീസ് എന്ത് പറയും? വന്നോ, വരൂ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ തരാം എന്ന് പറഞ്ഞിട്ട് ഒരു 500 രൂപ ഫൈൻ എഴുതി തരും അല്ലേ? മാറ്റമുണ്ടോ? എനിക്കറിയാൻ വേണ്ടായില്ല സാറേ, ഞാൻ കഴിഞ്ഞൊരു 2 മാസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല, വിദേശത്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരൻ സൊല്യൂഷൻ പറയുമോ? കുഴപ്പമില്ല മോനെ പൊയ്ക്കോ എന്ന് പറയുമോ? ഇല്ല. 2 മാസം നീ ഇവിടെ ഉണ്ടായാലും അവിടെ ഞാൻ ബോർഡ് വെച്ചിട്ടുണ്ട് 1 വേ. അത് കാണേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും അതനുസരിച്ച് പാലിക്കേണ്ടതും നീയാണ്. കാരണം നിയമം എപ്പോഴും നീതിയായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ, അതിന് ശിക്ഷയുണ്ട്. പഴയ നിയമത്തിൻ്റെ മോശയുടെ നിയമത്തിന് കൃത്യമായ ശിക്ഷകളുണ്ട്. യാതൊരു വിധത്തിലും കോംപ്രമൈസ് ഇല്ല. പാപം ചെയ്തവൻ മരിക്കും, മരണപ്പെടും. ഇതാണ് നിയമത്തിൻ്റെ രീതി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിയമം കൊല്ലുന്നു, നിയമം മരണത്തിൻ്റെ ശുശ്രൂഷയാണ്, മരണത്തിലേക്കാണ് അവനെ നടത്തുന്നത്. എന്നാൽ ക്രിസ്തു യേശുവിലേക്ക് തിരിയുമ്പോൾ ഈ മൂടുപടം നീക്കപ്പെടുന്നു. പഴയ നിയമത്തിൽ നീ എവിടെയാണോ പ്രതിസന്ധിയിൽ നിൽക്കുന്നത്, എന്നാൽ പുതിയ നിയമത്തിലേക്ക് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം മാറ്റപ്പെടുന്നു എന്നാണ് അവിടെ വചനം പറയുന്നത്. 14-ാം വാക്യം നമുക്കൊന്നുകൂടി വായിക്കാം. അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു. അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കം ചെയ്യപ്പെടുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പഴയ നിയമം വളരെ കഠിനമാണ്. വളരെ കാഠിന്യമേറിയ കൽപ്പനകളാണ് പഴയ നിയമത്തിൽ കിടക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ കൽപ്പന അതിലേറെ കാഠിന്യമുള്ളതാണ്. എങ്കിലും ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിലൂടെ നമ്മൾ അതിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. എനിക്ക് അർഹതയില്ലാത്തത്, എനിക്ക് യോഗ്യതയില്ലാത്തത് ദൈവം സൗജന്യമായി എനിക്ക് തന്നു. ദൈവം സ്നേഹമായി എനിക്ക് അവൻ കൈ തുറന്ന് തന്നതുകൊണ്ട് എനിക്കിന്ന് ഭയക്കണ്ട. എന്തിനെ? നിയമത്തെ എനിക്ക് ഭയപ്പെടണ്ട, കാരണം ഞാൻ സ്വതന്ത്രനാണ്. അപ്പം ക്രിസ്തുവിലൂടെയാണ് നീ എന്ത് ചെയ്യുന്നത്? പഴയ നിയമത്തിലേക്ക് നോക്കേണ്ടത്. പഴയ നിയമത്തിൽ നമുക്ക് അനേക കൽപ്പനകൾ കിടക്കുന്നുണ്ട്, പല കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, ഇന്ന് നമുക്ക് പാലിക്കാൻ പറ്റാത്ത പലതും കിടക്കുന്നുണ്ട്. ക്രിസ്തുവിലൂടെ നോക്കിയാൽ നീ അതിൽ നിന്നും സ്വതന്ത്രനാണ്. ആ മൂടുപടം മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയായിരിക്കും?
ആരെയായിരിക്കും? മുകളിൽ ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ മൂടുപടം മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ കർത്താവ് ആരാണ്? ക്രിസ്തുവാണ്. വീണ്ടും പറയാണ് കർത്താവ് ആത്മാവാണ് എന്ന് പറഞ്ഞാൽ ആ കർത്താവ് ആരാണ്? ആ കർത്താവ് ആരാണ്? യേശു ക്രിസ്തുവാണ്. അപ്പോൾ മുകളിൽ 3 പ്രാവശ്യം കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു എന്ന് വെളിപ്പെടുത്തിയിട്ട് പിന്നെ ഇപ്പം സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ആ വ്യക്തിയുടെ പേര് പറയും. രണ്ടാമത്തെ പ്രാവശ്യം ചിലപ്പോൾ പേര് പറയണമെന്നില്ല, ഹി എന്ന് ചിലപ്പോൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കും, മലയാളത്തിൽ ചിലപ്പോൾ അവനെന്നോ അയാളെന്നോ അദ്ദേഹമെന്നോ ഒക്കെ പറയും അല്ലേ? നമ്മളിപ്പോൾ ഒരു പ്രസംഗം പറയുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും പേര് പറയാൻ പറ്റുമോ? എല്ലാ പ്രാവശ്യവും പേര് പറയുമോ? ചിലപ്പോൾ അദ്ദേഹം എന്നൊക്കെ ആയിരിക്കും സൂചിപ്പിക്കുക. ഇനി ഇത്തിരി നീണ്ട പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വായ കൊള്ളാത്ത പേരാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് വായിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെയാണ്. നമുക്കിവിടെ തന്നെ മറ്റേ ഈ അവസാനം പ്രയറിന് വേണ്ടിയിട്ട് ഈ ഹോളിൻ്റെ സംഭാവന കൊടുത്ത ആളുകളുടെ പേരൊക്കെ എഴുതി തരും. എൻ്റെ പൊന്നോ, ഒരു ദിവസം എനിക്ക് ആ പരീക്ഷണം വന്നു. ഞാൻ എഴുതി കിട്ടിയപ്പോൾ തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഈ പേര് മുഴുവൻ വായിച്ചാൽ ഇത് മുഴുവൻ തെറ്റിക്കും, അവസാനം തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ ഇടി വാങ്ങും. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് ഒറ്റ പ്രാർത്ഥന. ഈ ഹോളിന് വേണ്ടി സംഭാവന നൽകിയ ഇന്നത്തെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥന. പരിപാടി എളുപ്പമായി. ഈ വായ കൊള്ളാത്ത പേരൊക്കെ എനിക്കറിയാൻ പാടില്ല, നമ്മൾ വായിച്ചാൽ മനസ്സിലാവണ്ടേ? ഇത്രയും നീട്ടുള്ള പേരൊന്നും വായിക്കാനുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനമൊന്നും നമുക്കില്ല. അപ്പോൾ നമ്മൾ എളുപ്പ വഴിയിൽ പരിപാടി ചെയ്യും. ഇതുപോലെ നമ്മൾ സാധാരണഗതിയിൽ എഴുതുമ്പോഴും പറയുമ്പോഴും ആദ്യം പേര് പറയും, പിന്നീട് ഹി എന്നോ അവനെന്നോ അദ്ദേഹം എന്നോ ഒക്കെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ. നമ്മളിവിടെ അപ്പസ്തോലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ വ്യക്തമായിട്ട് കർത്താവ് ആത്മാവാണെന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ 2 പ്രാവശ്യം യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അവിടെ വീണ്ടും കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ കർത്താവ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആരെയാണ്? യേശുവിനെയാണ്. അപ്പോൾ യേശു ആരാണ്? ആത്മാവാണ് എന്നാണ് ദൈവവചനം പറയുന്നത്. യേശു എന്താണ്? ആത്മാവാണ്. നിങ്ങൾ ആ വാക്യം ഒന്നും വായിച്ചോ, 17-ാം വാക്യം. കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വായിക്കാം, യേശു ആത്മാവാണ്, യേശുവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊന്ന് വായിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. അവിടെ യേശു എന്താണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം, വായിക്കാം. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അവിടെ പിതാവിനെ കുറിച്ച് പറയുകയാണ്. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരെ ആരാധിക്കണം? പിതാവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം വായിക്കണം. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്നവരെയാണ് പിതാവ് ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത്. ദൈവം ആത്മാവാണ്. പിതാവായ ദൈവം ആത്മാവാണ്. പിതാവായ ദൈവം ആത്മാവാണ്. നേരത്തെ നിങ്ങൾ എന്താ വായിച്ചത്? ക്രിസ്തു ആത്മാവാണ്. ഇപ്പോ ക്രിസ്തു പറയുകയാണ് പിതാവ് ആത്മാവാണ്. ക്രിസ്തു പറയാണ് പിതാവ് ആത്മാവാണെന്ന്. പുത്രൻ പറഞ്ഞു പിതാവ് ആത്മാവാണെന്ന്. ഇതാ പിതാവ് പറയുന്നു, പിതാവിൻ്റെ ആത്മാവ് പറയുന്നു പുത്രൻ യേശു ക്രിസ്തു ആത്മാവാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ചുമ്മാ പുള്ളിക്ക് തോന്നിയ കാര്യം പറയുന്നതാണോ? ആണോ? ആത്മനിവേശിതമായി, പരിശുദ്ധാത്മാ നിവേശിതമായി അപ്പോസ്തലൻ എഴുതുകയാണ് ക്രിസ്തു ആത്മാവാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മുച്ചകൾ ആരാ വന്നിരിക്കുന്നത്? ഞാനാണ്. ഈ 3 പേര് വിളിച്ചാലും 3 പേരും പ്രസൻറ്റ്. ആകെ 2 പേരേ വന്നിട്ടുള്ളൂ. പക്ഷെ 2 പേര് വന്നാലും 3 പേര് പ്രസൻ്റ് ആണെന്നുള്ളതാണ് ടീച്ചറിന് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പോൾ പിതാവ് ആത്മാവാണ്, പുത്രൻ ആത്മാവാണ്. ഇവരെന്ത് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാ പ്രവചിക്കുകയാണ് പുത്രനെ ദൈവം എന്ന് വിളിക്കുക. നീ മഹാനായ ദൈവം അല്ലേ, അങ്ങനെയല്ലേ വിളിച്ചിരിക്കുന്നത്? യെശയ്യാ 6:9 പറഞ്ഞിരിക്കുന്നു ശക്തനായ ദൈവം, നിത്യനായ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. ശക്തനായ ദൈവം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അപ്പോൾ ശിശു എന്ന് പറഞ്ഞിട്ട് ആ ശിശുവിനെ പറയുകയാണ് അവൻ ശക്തനായ ദൈവം, അവൻ നിത്യനായ പിതാവ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനിലൂടെ വിളിച്ചു പറയുകയാണ് ഒരു ശിശുവാണ് ജനിച്ചത്. പക്ഷെ ആ ശിശു ആരാണ്? ആ ശിശു പിതാവാണ്. ആ പിതാവ് ആരാണ്? നിത്യനായ ദൈവമാണ് എന്ന് പറയുകയാണ്. നമുക്കിപ്പോഴും കൺഫ്യൂഷൻ മാറിയിട്ടില്ല. പിതാവ് പുത്രനെ നോക്കിയിട്ട് പറയുന്നു ഇത് ദൈവമാണ്, പുത്രൻ പിതാവിനെ നോക്കിയിട്ട് പറയുന്നു ഇത് ദൈവമാണ്, ഞങ്ങളെല്ലാം തുല്യരാണ്, ഈക്വലാണ്, യാതൊരു വിധ വ്യത്യാസവും ഇല്ല എന്ന് പറയുക.
അപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ, ഈ പരിശുദ്ധാത്മാവ് ആരാ? ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവം പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ 2 വാക്യം കണ്ടു. പിതാവ് ആത്മാവാണ്, പുത്രൻ ആത്മാവാണ്. അപ്പോൾ ട്രിനിറ്റി, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 ദൈവവും 3 ഒന്നുമാണെന്ന് അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് സമ്മതിക്കുക. വലിയ വ്യത്യാസമുണ്ടോ? പിതാവ് ആത്മാവാണെന്ന് പറയുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇത് 3 ഒന്നാണ്. പുത്രൻ പറയുകയാണ് പുത്രൻ ആത്മാവാണെന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി തന്നെ നിലനിൽക്കുന്നു. എന്നാൽ നമുക്ക് 3 പേരെ അല്ലെങ്കിൽ 3 വ്യക്തിത്വങ്ങളെ പോലെ നമുക്ക് കാണാനും പറ്റും. പിതാവിനെയും കാണാം, പുത്രനെയും കാണാം, പരിശുദ്ധാത്മാവിനെയും കാണാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ വീണ്ടും വലിയൊരു കൺഫ്യൂഷൻ വരും. സത്യത്തിൽ ഒരാളാണോ ഉള്ളത്, 3 ആണാണോ ഉള്ളത്? എത്ര പേരാ ഉള്ളത്? ഒരാളേ ഉള്ളൂ. എന്നാൽ എത്ര പേരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്? 3 പേരെയും കാണാൻ പറ്റുന്നുണ്ട്. യേശു പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ മറ്റൊരു സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ പോകാതിരുന്നാൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല. എന്നാൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ വരുമെന്നാണ്, മറ്റൊരു സഹായകൻ വരുമെന്നാണ് പറഞ്ഞത്. മറ്റൊരു സഹായകൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു 3ാമത്തെ വ്യക്തിത്വമായി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ അത് യേശു തന്നെ പറയുന്നത് മറ്റൊരു സഹായകൻ എന്ന് നമുക്ക് പറയുന്നു. എന്നാൽ ആ പരിശുദ്ധാത്മാവ് ഞാൻ തന്നെയാണെന്ന് യേശു പറഞ്ഞു. ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുക. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഈ ത്രിയേക ദൈവം ഒന്ന് ബൈബിളിൽ നിന്ന് തെളിയിച്ചു തന്നെ. പിതാവിനെ തെളിയിക്കുക, പുത്രനെ തെളിയിക്കുക, പരിശുദ്ധാത്മാവിനെ തെളിയിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ടാസ്ക് പലരും ചോദിച്ചു തുടങ്ങി അന്നു മുതൽ ഞാനിങ്ങനെ ബൈബിൾ എവിടെ ഇട്ട് മറിച്ചാലും, ഏത് വാക്യം വായിച്ചാലും, ഏത് വചനം വായിച്ചാലും ഇതിനുള്ള തെളിവുകളാണ് ദൈവവചനത്തിൽ നമുക്ക് വെളിപ്പെടുന്നത്. ഇപ്പോൾ ഈ വചനം ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 കൊരിന്തോസ് ഈ 3:17 പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. കർത്താവാത്മാവാണ്. നമ്മൾ വായിച്ചു പോകുമ്പോൾ ചുമ്മാ അങ്ങനെ വായിച്ചു പോകും. കർത്താവാത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വായിച്ചു പോകും. പക്ഷേ ഈ ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ വന്ന അന്നു മുതൽ ഓരോ വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോഴും ദൈവം ഒരു ബോധ്യം തരും. എന്താണ് ദൈവം നമുക്ക് തരുന്ന ഒരു വെളിപ്പാട് എന്ന് തിരിച്ചറിയാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. നിങ്ങൾ ഒരുപാട് വായിച്ച് പരിചയമുള്ള വാക്കാണ്, എന്നാലും നമുക്കൊന്ന് വായിച്ചു പോകാം. കുറച്ച് വചനങ്ങൾ വായിച്ചു പോകാമെന്ന് വിചാരിക്കുന്നത്. ഞാനും പിതാവും ഒന്നാണ്. ഞാനും പിതാവും ഒന്നാണ്. അപ്പോൾ വീണ്ടും തെളിവായി പിതാവും പുത്രനും ഒന്നാണെന്നുള്ള നമ്മൾ സ്ഥിരം വായിച്ചിരിക്കുന്ന വചനമാണ്. 14:9 കൂടി വായിച്ചോ ബ്രദറെ. 14-ാം അധ്യായം 9-ാം വാക്യം. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും പീലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ? ഇക്കാലം എത്രയും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നിട്ട് എൻ്റെ പീലിപ്പോസടാ എനിക്കിപ്പോഴും മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? ഞാൻ ആരാണ്? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, ക്രിസ്തുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിതാവിനെ കാണുന്നവൻ ക്രിസ്തുവിനെയാണ് അറിയുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവൻ ദൈവം ആത്മാവ് ആയതുകൊണ്ട് അവിടെയും ഈ പറയുന്ന എല്ലാം 3. അപ്പോൾ ട്രിനിറ്റി ഒരിക്കലും വേർപിരിയുന്നില്ല. എവിടെയെങ്കിലും വേർപിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ? എന്നാൽ ത്രിയേക ദൈവത്തെ നമുക്ക് എവിടെയും കാണാനും പറ്റും. കാരണം അവൻ സർവ്വവ്യാപിയും സർവശക്തനും എല്ലാത്തിനും നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും സകലത്തിനും മറുപടി നൽകുന്നവരുമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാമ്പിൽ വെച്ച് യേശു ദൈവമാണ് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അടുത്ത ദിവസം യൂട്യൂബിൽ ഇടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ പലർക്കും ഉണ്ടായൊരു ചോദ്യമാണ് സത്യത്തിൽ ഈ ഒരു വിഷയത്തിലേയും കൂടി. അതായത് പിതാവും പുത്രൻ്റെയും കാര്യത്തിൽ ഞാനവിടെ കുറച്ച് കാര്യങ്ങൾ ദൈവവചനത്തോടെ പറഞ്ഞു. പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമ്മൾ പറഞ്ഞു പോയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം കൂടി നമ്മളൊന്ന് എടുത്തു പോകാമെന്ന് വിചാരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡീകരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഇവിടെ ഒരു പുതിയ വിഷയം നമ്മുടെ മുമ്പിൽ വരികയാണ്. വായിച്ചോ, വചനം വായിച്ചോ, ഒന്നുകൂടി വായിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ. ദൈവത്തിന്റെ ആത്മാവ് ആരാണ്? ദൈവത്തിന്റെ ആത്മാവ് ആരാ? പരിശുദ്ധാത്മാവ് അല്ലേ? ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആത്മാവ്
പരിശുദ്ധാത്മാവായിരിക്കും. അപ്പോൾ ആദ്യം പറയുകയാണ് റോമാലേഖനം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ജഡികരല്ല, ആത്മീയരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ്? ജഡികരല്ല, ആത്മീയരാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ അവനെ നടത്തുന്നത് ആരാണ്? അവനെ നയിക്കുന്നത് ആരാ? അവൻ്റെ വിചാരവും വികാരവും സകലതും ആരാണ് നടത്തുന്നത്? ദൈവമാണ്. കാരണം ദൈവാത്മാവിലൂടെയാണ് അവൻ നടത്തപ്പെടുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അവനെ നടത്തുന്നത്. പലപ്പോഴും ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ബോധ്യം ലഭിക്കുകയും ദൈവാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്ത നിമിഷം മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും നമ്മളോട്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തി എന്ന പോലെ സംസാരിക്കും. നേരത്തെ ബിപിൻ ബ്രദർ പറഞ്ഞു പോയ പോലെ തന്നെ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ, ആരാധനയിലിരിക്കുമ്പോൾ നമ്മളെ തട്ടി ഉണർത്തുന്ന ദൈവത്തെ കാണാൻ പറ്റും. ഒരു ഫിസിക്കൽ ഫീല് നമുക്ക് മനസ്സിലാവും. മാത്രമല്ല പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പോലെ തന്നെ നമ്മളോട് സംസാരിക്കും. എടാ ഇതിലെ പോണ്ട, ഇപ്പുറത്തോടെ പൊക്കോ, ഇന്ന വഴിക്ക് നീ പൊയ്ക്കോ, അല്ലെങ്കിൽ ഇന്ന കാര്യം നീ ചെയ്തോ, ഇന്ന സംഭവം നീ നടത്തണം എന്ന് ഒരു വ്യക്തി വന്ന് നമ്മളോട് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഒരു ഫിസിക്കൽ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. എപ്പോൾ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബോധ്യം ലഭിച്ച അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മളൊരു മത്സരബുദ്ധിയോടുകൂടിയാണ് ഇതിനെ കാണുന്നത്. അതായത് പുറകിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നോ എവിടെ നിന്നോ ഒരു വ്യക്തിത്വം നമ്മളോട് സംസാരിക്കുകയാണ്, നീ ഇന്ന കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന വഴിക്ക് പോവുക. എനിക്കുണ്ടായ അനുഭവങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇന്ന് പറയാം. അതായത് സാധാരണ ഞാൻ സ്ഥിരം പോകുന്ന വഴിയുണ്ട്, കാർ ഓടിച്ചുകൊണ്ട് എന്നും പോകുന്ന വഴിയുണ്ട്. അപ്പോൾ ഈ വഴിയിലൂടെ ഞാൻ കാറ് കൊണ്ട് യാത്ര പോകുന്ന സമയത്ത് പെട്ടെന്ന് ആത്മാവ് ഒരു ഡീവിയേഷൻ പറയുകയാണ്, ടേൺ ലെഫ്റ്റ്, ഇടത്തോട്ട് പോവുക. അപ്പോൾ ഇതിലെ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കറങ്ങി തിരിഞ്ഞു പോകണം. ഞാൻ പോകേണ്ട സ്ഥലത്തേക്ക് വളഞ്ഞ് പൊളഞ്ഞു പോകണം. അപ്പം ഞാൻ ഈ പറഞ്ഞ ആളോട് ചോദിക്കുക, ഞാൻ എന്തിനാ ഇതിലെ പോകുന്നത്? എനിക്ക് നേരെ പോയിക്കൂടെ? ഞാൻ എന്തിനാ എത്ര സമയം വേസ്റ്റ് ചെയ്യുന്നത്? മാത്രമല്ല ഇതിലെ പോയി കഴിഞ്ഞാൽ ഈ വഴിയാണെങ്കിൽ മൊത്തം കട്ടറയാണ്, വെറുതെ ഇതിൽ പോകേണ്ട കാര്യമില്ല. ഒരു വാഹനം ഓപ്പോസിറ്റ് വന്നാൽ എൻ്റെ വാഹനത്തിന് കടന്നു പോകാനുള്ള സ്ഥലമില്ല. ചിലപ്പോൾ 1-2 പ്രാവശ്യം ചിലപ്പോൾ റിവേഴ്സ് എടുക്കേണ്ടി വരും. പിന്നെ ഞാൻ എന്തിനാണ് ഇതിലെ പോകുന്നത്? യാതൊരു ആവശ്യമില്ലല്ലോ. ഞാൻ കുറച്ച് നേരം ഒരു തീരുമാനം എടുക്കാണ്ട് ഒന്ന് സംശയിച്ച് നിന്നു. പിന്നെ ഞാൻ നേരെ തന്നെ എൻ്റെ ഇഷ്ടത്തിന് നേരെ തന്നെ പോയി കഴിഞ്ഞപ്പോൾ ആ അടുത്ത ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ റോഡ് ക്ലോസ്ഡ്, ടേക്ക് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചേക്കാണ്. റോഡ് ടാറിംഗ് ആണ്. ടാറിങ്ങോ പൈപ്പ് വർക്ക് ചെയ്യുമോ അങ്ങനെ എന്തൊരു സംഭവമാണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ലെഫ്റ്റ് പിടിച്ചു. എൻ്റെ പൊന്നോ, സാധാരണ എന്നോട് ആദ്യം ലെഫ്റ്റ് പോകാൻ പറഞ്ഞ വഴിക്കാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഈസി ആയിട്ട് അപ്പുറത്തെ റോഡിലേക്ക്, MC റോഡിലേക്ക് ചാടി ഞാൻ എൻ്റെ ആവശ്യം നടത്തി തിരിച്ചു പോയേനെ. ഇവിടം വരെ എൻഡ് വരെ ചെന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഒരു 10 പ്രാവശ്യം മിനിമം റിവേഴ്സ് എടുത്തു. ഏറ്റവും കുറഞ്ഞത് ഒരു 10 പ്രാവശ്യം റിവേഴ്സ് എടുത്തു. ഓരോ പ്രാവശ്യം റിവേഴ്സ് എടുക്കുമ്പോഴും ഞാനിങ്ങനെ ചോദിക്കും, ഞാൻ എന്തിനാ ഈ വഴിക്ക് വന്നേ? എന്നോട് അവിടെ നിന്നേ തിരിയാൻ പറഞ്ഞതാണല്ലോ. അപ്പം നിൻ്റെ അഹങ്കാരത്തിന് നീ തിരിഞ്ഞില്ല, അനുഭവിച്ചോ, പഠിക്കി. എന്നിട്ട് ഞാൻ തന്നെ എന്നോട് പറയുക. എന്നിട്ട് ഞാൻ തന്നെ ചോദിക്കുക, അല്ല ഞാനിതിപ്പോൾ ആരോടാ പറയുക? ഞാനിത് ആരോടാ ഈ പരാതി പറയുക? ഇങ്ങനെ ഏകദേശം ഒരു 1/4 മണിക്കൂർ ഞാൻ ചെല്ലേണ്ട സമയം മുഴുവൻ വേസ്റ്റായി. കുറേ യുദ്ധം നടത്തി ഞാൻ ഈ സ്ഥലത്ത് ചെന്നു. ഒരു പ്രാവശ്യം കൊണ്ട് പഠിക്കണമല്ലോ അല്ലേ? ഒരു പ്രാവശ്യം കൊണ്ട് പഠിക്കണമല്ലോ അല്ലേ? പഠിക്കുമോ നമ്മൾ മലയാളികൾ ഒരു പ്രാവശ്യം കൊണ്ട് പഠിക്കുമോ? നമ്മൾ യാതൊരു വിധത്തിലും ഈ പരിപാടി നടക്കത്തില്ല, പഠിക്കില്ല. ഒരു പ്രാവശ്യം കഴിഞ്ഞു, 2 പ്രാവശ്യം കഴിഞ്ഞു, പല പ്രാവശ്യം ഇങ്ങനത്തെ അനുഭവങ്ങൾ വരാൻ തുടങ്ങി പല കാര്യങ്ങളിൽ. അതായത് ഒരിക്കലും പ്രാക്ടിക്കലി നമുക്ക് ശരിയെന്ന് തോന്നാത്ത കാര്യമായിരിക്കും നമ്മളോട് പറയുന്നത്. നോർമലി നമുക്ക് യാതൊരു വിധത്തിലും ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല പലപ്പോഴും നമ്മളോട് പറയുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരിക്കും നമ്മളോട് പറയുന്നത്. നമ്മളതൊരിക്കലും ചെയ്യാൻ പോകുന്നില്ല, അവിശ്വാസിയാണ്. പക്ഷെ പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഈ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണെന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചു. അന്ന് മുതൽ ഞാൻ ആ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുകയും അതനുസരിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ വഴി ഈസിയായി, കുറച്ചും കൂടിയും ഈസി ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റി. പല കാര്യങ്ങളും നമുക്ക് വ്യക്തത കിട്ടി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. എവിടെയാണോ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ തുടങ്ങിയത്, അന്ന് മുതൽ നമ്മുടെ വഴികൾ കുറച്ചും കൂടി ഈസിയായി. നമ്മൾ ഈ മല കയറേണ്ട ആവശ്യമില്ല, ഈ കഷ്ടത, ഇത്രയും വലിയ പ്രതിസന്ധി ആവശ്യമില്ല. കാരണം നമ്മളെ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അല്ലേ? ആണോ? അല്ലേ? നമ്മളെ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമ്മൾ റോമാലേഖനം വായിച്ചു, റോമ 8:9 നമ്മൾ വായിച്ചു,
ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിന് ഉള്ളവനല്ല. ആദ്യത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവെന്നും രണ്ടാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മാവെന്നും പറഞ്ഞു. ഇത് രണ്ടാണോ? ആണോ? രണ്ടാണെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. ആദ്യം പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞു, തൊട്ടടുത്ത് പറഞ്ഞു ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് രണ്ടും ഒന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാലും ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാലും ഒരേ ഒരു ശക്തനായ ദൈവം തന്നെയാണ്. വല്ല വ്യത്യാസമുണ്ടോ? വിശുദ്ധ ബൈബിൾ അപ്പസ്തോലനായ പൗലോസ് നമ്മുടെ മുൻപിൽ വെക്കുന്നത്, പത്രോസ് വെക്കുന്നത്, ഇവിടെയുള്ള സകലരും, അതായത് അപ്പസ്തോലിക പാരമ്പര്യം നമ്മുടെ മുൻപിൽ വെക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ, സഹായകൻ എന്ന് പറയുമ്പോൾ, മറ്റൊരു വ്യക്തിത്വം എന്ന് പറയുമ്പോഴെല്ലാം അത് ദൈവത്തിൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ, ത്രിയേക ദൈവത്തിൻ്റെ ആ ആത്മീയ തലത്തെ തന്നെയാണ് അവിടെ പറയുന്നത്. ആ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്, നമുക്ക് ദാനമായി നൽകപ്പെട്ട ആ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണോ നമ്മൾ? ആണോ? പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണോ? പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഞാനെന്ന് ഒരുവൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ആരാ ഉള്ളത്? എൻ്റെ ഉള്ളിൽ ആരാ ഉള്ളത്? യേശുവാണ്. അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ്. അതാണ് ഞാനും പിതാവും വന്ന് അവൻ്റെ ഉള്ളിൽ വസിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് വചനം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളെന്ന് വചനം പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലയമാണെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയെല്ലാം വചനത്തിൽ പല സ്ഥലത്ത് ഈ മൂന്ന് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവെന്നും ഞാനും പിതാവും വന്ന് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു, അല്ലേ? യോഹന്നാനിൽ യേശു എന്നെ പറഞ്ഞു, നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ ഞാനും പിതാവും വന്ന് നിങ്ങളുടെ ഉള്ളിൽ വാസമുറപ്പിക്കും. അപ്പോൾ പിതാവും പുത്രനും വന്ന് വാസമുറപ്പിക്കും, പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളുടെ ഉള്ളിൽ നിറയും, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്തുവാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. ദൈവത്തിൻ്റെ ആ ഒരു ആട്രിബ്യൂട്ടിനെ വളരെ വ്യക്തമായി ദൈവവചനം, അപ്പസ്തോലിക പാരമ്പര്യം നമ്മുടെ മുൻപിൽ വരച്ചു വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വീണ്ടും അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 16-ാം അധ്യായം 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പസ്തോല പ്രവൃത്തി 16:6. ഇപ്പം നമ്മൾ റോമളിപ്പോൾ വായിച്ചെന്തായിരുന്നു? ക്രിസ്തു, ആദ്യം ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞു, തൊട്ടടുത്ത വാക്യം ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞു. നമ്മൾ അതേ കാര്യം തന്നെ അപ്പസ്തോല പ്രവൃത്തി 16:6 വായിക്കാം. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്യ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. ഈ പൗലോസ് അപ്പസ്തോലൻ്റെ രീതികൾ വളരെ വിചിത്രമാണ്, വളരെ രസകരമാണ്. അപ്പസ്തോലൻ്റെ യാത്രയിൽ അപ്പസ്തോലൻ പറയുന്നത് ഓരോ നടത്തത്തിലും ഓരോ സ്റ്റെപ്പിലും പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുക്കുകയും ചെയ്യുമെന്നാണ് അപ്പസ്തോലൻ്റെ നമ്മൾ ലൂക്ക എഴുതിയ ചരിത്രത്തിൽ അല്ലെങ്കിൽ അപ്പസ്തോലിക ചരിത്രത്തിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ 16-ാം അധ്യായം അത് 1 മുതൽ വായിച്ച ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കവിടെ കാണുന്നുണ്ട്. അപ്പസ്തോലൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരും കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പസ്തോലൻ പറഞ്ഞു, ഓക്കെ നിങ്ങൾ പോയിക്കോ, ഞാൻ നടന്ന് വരാമെന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. അതൊന്ന് വേണമെങ്കിൽ വായിക്കാം. അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായം 13-ാം വാക്യം. അപ്പസ്തോല പ്രവൃത്തി 20:13 ഒന്ന് വായിക്കാം. ഞങ്ങൾ നേരത്തെ തന്നെ അസോസിലേക്ക് കപ്പൽ കയറി. പൗലോസ് അവിടെ വരെ കരമാർഗം സഞ്ചരിച്ചതിന് ശേഷം കപ്പൽ കയറുമെന്നായിരുന്നു തീരുമാനം. അതായത് പൗലോസും ലൂക്കയും മറ്റെല്ലാവരും ഒരുമിച്ച് ഈ അപ്പസ്തോല പ്രവൃത്തി എഴുതിയത് ആരാണ്? ലൂക്ക സുവിശേഷകൻ. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ അസോസിലേക്ക് കപ്പൽ കയറി എന്ന് പറയുമ്പോൾ ആ ഞങ്ങൾ ആരൊക്കെയാ? ലൂക്കായും മറ്റ് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരും മറ്റു പല ആളുകളുണ്ട്. അപ്പം ഇവരെല്ലാവരും എന്ത് ചെയ്തു? കപ്പലിൽ യാത്ര ചെയ്തു. എന്നാൽ പൗലോസ് അവിടം വരെ കരമാർഗം സഞ്ചരിച്ചതിന് ശേഷം കപ്പൽ കയറുമെന്നാണ് തീരുമാനം. അസോസിൽ വെച്ച് അവൻ ഞങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ അവനെ കപ്പലിൽ കയറ്റുകയും ചെയ്തു. അതായത് പൗലോസിനൊരു രീതി, ശുശ്രൂഷയ്ക്ക് പൗലോസ് തൻ്റെ യാത്രയിൽ നടന്നു പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കപ്പലിൽ പോകും. ചിലപ്പോൾ ശുശ്രൂഷയൊക്കെ കഴിയുമ്പോൾ പൗലോസ് പറയും, നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾ കപ്പലിൽ പോയിക്കോ, ഞാൻ എങ്ങനെ നടന്ന് വന്നോളാം, ഞാൻ നടന്നു വന്നോളാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾ കപ്പലിൽ യാത്ര ചെയ്യുന്നു, മറ്റൊരാൾ നടന്നു പോകുന്നു. ആരായിരിക്കും ആദ്യം എത്തുക? സ്വാഭാവികമായിട്ടും കപ്പലിൽ പോകുന്നവനായിരിക്കും ആദ്യം എത്തുക, അല്ലേ? ഒരാൾ ട്രെയിനിൽ പോവുക, ഒരാൾ കൂടെ നടന്നു പോവുക, ആരായിരിക്കും ആദ്യം എത്തുക?
ട്രെയിനിൽ പോകുന്നവന് പെട്ടെന്ന് എത്തും. ഒരാൾ കാറിൽ പോകുന്നു, വേറെ ആൾ നടന്നു പോകുന്നു. സ്വാഭാവികമായിട്ടും കാറിൽ പോകുന്നവനാണ് ആദ്യം എത്തുക. നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയിൽ തന്നെ വായിക്കുന്നുണ്ട്, പീലിപ്പോസിനെ ദൂതൻ മുടിക്ക് പിടിച്ച് ഉയർത്തി ഷണ്ടൻ്റെ അടുത്ത് വന്ന് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ഷണ്ടനോട് ആദ്യം രഥത്തിൻ്റെ ഒപ്പം നടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രഥത്തിൽ കയറിയിരിക്കാൻ പറഞ്ഞു. രഥത്തിൽ കയറിയിരുന്നു, സുവിശേഷം കൊടുത്തു, യേശുവിനെ കുറിച്ച് പറഞ്ഞു. ദേ വെള്ളം, സ്നാനപ്പെടാൻ വല്ല തടസ്സമുണ്ടെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇറക്കി സ്നാനപ്പെടുത്തി വിശ്വാസിയായി അകത്ത് കയറ്റി. പീലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് മുടിക്ക് പിടിച്ച് എടുത്തുകൊണ്ടുപോയി. നമ്മൾ ഇതേ കാര്യം തന്നെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അവിടെ ദാനിയേലിന് സിംഹക്കുഴിയിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാൻ ഹബക്കൂക്കിനെ നിയോഗിക്കുന്നു. ഹബക്കൂക്ക് പറഞ്ഞു, ആ സ്ഥലവും എനിക്കറിയില്ല, അവിടുത്തെ സിംഹത്തിൻ്റെ കുഴി എനിക്കറിയില്ല, നീ പേടിക്കണ്ട, ഒന്ന് കണ്ണടച്ച് അവിടുന്ന് പൊക്കിയെടുത്തു, നേരെ അവിടെ കൊണ്ടു നിർത്തി സിംഹത്തിൻ്റെ കുഴിയിൽ കൊണ്ടുവന്ന് അവനുള്ള ഭക്ഷണവും കൊടുത്തു. ഇവിടെ പൗലോസ് അപ്പസ്തോലൻ പറയുകയാണ്, അസോസിലേക്ക് നിങ്ങൾ കപ്പലിൽ പോയിക്കോ, ഞാൻ വന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തൻ്റെ അടുത്ത ശുശ്രൂഷകൾ എങ്ങനെ പോകണമെന്നുള്ള കമ്മ്യൂണിക്കേഷൻ ദൈവവുമായിട്ട് പൗലോസ് എപ്പോഴും നടത്തുന്നത് ഏകാന്തമായി ഒറ്റയ്ക്കാണ് നടക്കുന്നത്. കൂടെ നടക്കുന്നവർക്ക് ആത്മാവില്ലാഞ്ഞിട്ടല്ല, കൂടെ നടക്കുന്ന ശുശ്രൂഷകർക്ക്, പൗലോസിൻ്റെ കൂടെയുള്ള ശിഷ്യരായ മർക്കോസിനോ ലൂക്കയ്ക്കോ ഇവർക്കൊന്നും ദൈവാത്മാവില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ദൈവാത്മാവിൽ നടത്തപ്പെടാത്തവരായതുകൊണ്ടല്ല, പൗലോസ് എടുക്കുന്നൊരു തീരുമാനം ഏകാന്തമായി ഒറ്റയ്ക്ക് തൻ്റെ യാത്രയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ വരികയും എന്നെ നടത്തുകയും ഒരുപക്ഷെ എന്നെ തൂക്കി അപ്പുറത്തെത്തിക്കുമെന്ന് ആർക്കറിയാം. പൗലോസിന് വ്യക്തമായ ബോധ്യമുണ്ട്. പലപ്പോഴും പൗലോസ് എടുത്തിരുന്ന രീതി ഇതായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. നിങ്ങൾ വയ്ക്കോ, ഞാനവിടെ എത്തിക്കൊള്ളാം, നമുക്ക് അവിടെ കാണാം. പൗലോസ് കൃത്യമായിട്ട് അവിടെ ചെല്ലുകയും ചെയ്തു. കാരണം തൊട്ടടുത്ത വചനത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ സോസിൽ വെച്ച് അവൻ ഞങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ അവനെ കപ്പലിൽ പിടിച്ച് കയറ്റി, ഇനി കപ്പലിൽ പോവാം, നമുക്ക് ഒരുമിച്ച് യാത്ര പോകാം. ഇത് പലപ്പോഴും ദൈവദാസന്മാരുടെ രീതി ഇങ്ങനെയായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകും, ചിലപ്പോൾ മുടിക്ക് പിടിച്ചെടുത്തുകൊണ്ട് പോകും, ചിലപ്പോൾ അവരോട് സംസാരിക്കും. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അനുഭവം ശിഷ്യന്മാർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാ രീതിയിലും അത് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വായിച്ച 16:6 ഒന്നും കൂടി വായിക്കാം. 16-ാം അധ്യായം 6-ാം വാക്യം. ത്രോവാസിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്നും പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്തിയ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്തു. 7-ാം വാക്യം പറയുകയാണ്, മിസിയാക്ക് അടുത്തപ്പോൾ ബിഥീനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചുവെങ്കിലും യേശുവിൻ്റെ ആത്മാവ് അനുവദിച്ചില്ല. ആദ്യത്തെ വാക്യം പറയാണ് പരിശുദ്ധാത്മാവ് പിന്തിരിപ്പിച്ചു. തൊട്ടടുത്ത വാക്യം പറയാണ് യേശുവിൻ്റെ ആത്മാവ് പിന്തിരിപ്പിച്ചു. അതൊരു റിപ്പീറ്റേഷൻ വരാതെ ശ്രദ്ധിച്ചു, അത്രയേ ഉള്ളൂ. ആദ്യം പിന്തിരിപ്പിച്ചത് ആരായിരുന്നു? നിങ്ങൾക്കൊരു പരിചയമില്ലാത്ത പോലെ വായിക്കില്ലേ? വായിച്ചോ മോനെ, ഒന്നുകൂടി വായിച്ചോ. 6-ാം വാക്യം മുതൽ 16-6 മുതൽ വായിച്ചോ. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചത് കൊണ്ട്. ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാൻ വിട്ടതാണ് അപ്പസ്തോലനെ. ലോകം മുഴുവൻ സുവിശേഷം പറയാൻ. പക്ഷെ ഫ്രീജിയിൽ ഇപ്പോൾ പറയണ്ട, ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ അവിടേക്ക് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അപ്പം നീ പോയാൽ നീ ഇപ്പോൾ ഫ്രീജിയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് അവനെ പിന്തിരിപ്പിച്ചു. ഇനി 7-ാം വാക്യം വായിക്കുമ്പോൾ, മീസിയയിൽ അടുത്ത് വന്നപ്പോൾ ബിഥീനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു, എങ്കിലും യേശുവിന്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല. യേശുവിന്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല. ഈ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? പരിശുദ്ധാത്മാവും യേശുവിൻ്റെ ആത്മാവും രണ്ടാണോ? ഒരേ ദൗത്യം നടത്തുന്ന, ഒരേ ഉത്തരവാദിത്വം നടത്തുന്ന, യാതൊരു വ്യത്യാസവുമില്ലാതെ. മാത്രമല്ല അപ്പസ്തോലനായ ലൂക്ക ഈ ചരിത്രത്തിൽ വ്യക്തമായ ഒരു കാര്യം എഴുതി വെക്കുകയാണ്. ഞങ്ങൾക്ക് അപ്പസ്തോലന്മാർക്ക് ബോധ്യമായ ഒരു കാര്യമാണിത്. ദൈവാത്മാവിൽ പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശുവിൻ്റെ ആത്മാവ്. യേശുവിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാലും മൂന്നും ഒന്നായതുകൊണ്ട്, ഒരൊറ്റ ദൈവമായതുകൊണ്ട് ത്രിയേക ദൈവം എന്ന ഒരു വിശ്വാസവും ഒരു സത്യവുമാണ് അപ്പസ്തോലിക പാരമ്പര്യമെന്ന് ലൂക്ക ഇവിടെ വ്യക്തമായിട്ട് എഴുതി വയ്ക്കുക. കാരണം 6-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പിന്തിരിപ്പിച്ചുവെന്നും 7-ാം വാക്യത്തിൽ യേശുവിൻ്റെ ആത്മാവ് പിന്തിരിപ്പിച്ചുവെന്നും രണ്ടും ഒരേ കാര്യങ്ങൾ എഴുതുമ്പോൾ രണ്ടും വ്യത്യസ്തമായി എഴുതിക്കൊണ്ട് അപ്പസ്തോലന്മാർ നമ്മളോട് പറയുകയാണ്. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ടിനെ കുറിച്ച് നമ്മളോടൊന്ന് വെളിപ്പെടുത്തുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രീ ഏക ദൈവം. നിനക്ക് എങ്ങനെയും പറയാം, യേശുവിൻ്റെ ആത്മാവെന്നോ പരിശുദ്ധാത്മാവെന്നോ ദൈവത്തിൻ്റെ ആത്മാവെന്നോ. ഇനി ദൈവം ആത്മാവാണെന്ന് പറയുമ്പോൾ പിതാവ് ആത്മാവാണ്, ക്രിസ്തു ആത്മാവാണ്, പരിശുദ്ധാത്മാവ് ദൈവവുമാണ്.
പരിശുദ്ധാത്മാവ് ആത്മാവുമാണ്. യാതൊരു വ്യത്യാസമോ വ്യതിയാനോ നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. മുടിക്ക് പിടിച്ചെടുക്കണോ? എടുക്കണോ? താല്പര്യമുണ്ടോ? ഇന്നും മുടിക്ക് പിടിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടണ്ടേ? കാരണം മൊത്തം പോയിരിക്കുക, കൊഴിഞ്ഞു പോയേക്കുക. ആകെ 4-3 ഏഴേ ഉള്ളൂ. എനിക്കും അങ്ങനെ തന്നെ കേട്ടോ, കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. കർത്താവിന് ആഗ്രഹമുണ്ട് ഇവനെയൊക്കെ ഒന്ന് മുടിക്ക് പിടിച്ചെടുത്ത് അപ്പുറത്ത് കൊണ്ടുവന്ന് നിർത്തണമെന്ന്. എന്തിനാ വെറുതെ പണിയെടുക്കുന്നത്? അവൻ അവിടെ പോയിരുന്ന് ഉറങ്ങും. വല്ല കാര്യമുണ്ടോ? ഇവനെ മുടിക്ക് പിടിച്ചെടുത്ത് ദാനിയേലിന്റെ സിംഹക്കുഴി ചെന്ന് കഴിയുമ്പോൾ കർത്താവിനോട് ചോദിക്കും, കർത്താവേ ഇത് സിംഹക്കുഴി, ഇത് എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന്? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ കർത്താവ് വെറുതെ ഇവനെ മുടിക്ക് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെറുതെ എന്തിനീ പടിയെടുക്കണേ? എന്തുകൊണ്ടാണ് ദൈവാത്മാവ് നമ്മുടെ അടുത്ത് സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവാത്മാവ് നമ്മളോട് ഇടപെടാത്തത്? അല്ലെങ്കിൽ ഇടപെട്ടിട്ട് നമുക്ക് മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ്? എത്ര പേർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്? ഒന്ന് കർമ്മ ഉയർത്താൻ പറ്റുമോ? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം റിയലി ഫിസിക്കലി നമ്മുടെ ശരീരത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിക്കാൻ എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നലെയും കൂടിയും ഞാൻ അനുഭവിച്ചു. അതായത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ ഒന്ന് കാലെ തട്ടി ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ ചുറ്റും നോക്കി, എൻ്റെ ആ പഞ്ചായത്തിൽ പോലും ആരുമില്ല, ആ ഏരിയയിൽ ആ ചുറ്റുപാടുള്ള ഒരാൾ പോലുമില്ല. കാരണം ഞാൻ കുറച്ച് നേരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവാത്മാവെ എന്നെ ഒന്ന് തൊടണേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു ദിവസം മലയിൽ ഞാനും നമ്മുടെ യൂത്തിലെ ഒരു പയ്യനും നമ്മുടെ കൊയറിലൊക്കെ ഉള്ളൊരു പയ്യനാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രാത്രിയായി, ഏകദേശം ഒരു 9 മണി 10 മണി ആ സമയമൊക്കെ ആയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ മലയുടെ അപ്പുറത്തെ സൈഡിലും ഞാൻ മലയുടെ ഇപ്പുറത്തെ സൈഡിലുമാണ്. ഞങ്ങൾ രണ്ടുപേരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്. ഹെഡ്ഫോൺ വെച്ച് പാട്ടുകൾ, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഇങ്ങനെ കേട്ട് ഞങ്ങളിങ്ങനെ കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം അവൻ അപ്പുറത്തുണ്ട്, അവൻ അവിടെ നന്നായിട്ട് പ്രെയർ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരു സെക്കൻഡിൽ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ തൊട്ട് പുറകിൽ വന്ന് നിൽക്കുക. ഞാൻ പെട്ടെന്നൊന്ന് പേടിച്ചു, ഇതിപ്പോൾ ഏതായി പിശാച് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇവനാണ് എൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവൻ അത്ര നേരം ഒരു 5 മിനിറ്റ് മുൻപ് അവൻ അപ്പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടതാ. ഇതെവിടെ നിന്ന് ഇപ്പുറത്ത് വന്നേ? അപ്പോൾ ഇവനിങ്ങനെ പേടിച്ച് വിറങ്ങലിച്ച് ഐസ് പോലെ നിൽക്കുക. അപ്പോൾ ഞാൻ ഇവൻ്റെ കയ്യെ പിടിച്ചു, എന്ത് പറ്റിയിടാന്ന് ചോദിച്ചു. ഒന്നുമില്ല കേട്ടോ, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. ഞാൻ ചോദിച്ചു, നീ എന്തേ അവിടെ നിന്നിട്ട് ഓടി ഇങ്ങോട്ട് വന്നേ? ചെറുതായിട്ടൊന്ന് പേടിച്ചു കേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പറ്റി, എന്താ പ്രശ്നം? ചേട്ടാ, ഞാൻ ദൂതനെ കണ്ടു, ഞാനൊരു ദൂതനെ കണ്ടു. ഞാൻ ചോദിച്ചു, നീ എന്താ പ്രാർത്ഥിച്ചേ? മലയിൽ കയറി വന്നപ്പോൾ തുടങ്ങി എനിക്കറിയില്ല ചേട്ടാ, ഞാൻ ആഗ്രഹിച്ചിട്ടല്ല, എൻ്റെ അതരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കർത്താവിൻ്റെ ദൂതൻ എനിക്ക് എൻ്റെ മുമ്പിൽ വരണം, ദൈവത്തിൻ്റെ ദൂതൻ എനിക്ക് കാണണം, ദൈവദൂതനെ കാണണം, ദൈവദൂതനെ കാണണം. ഇത് തന്നെയാണ് നിരന്തരം കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നീ ചോദിച്ചാൽ പിന്നെ വരണ്ടേ? ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പേടിച്ച് ഇവിടെ വന്നിരിക്കുകയാണോ? അവിടെ പോയി ദൂതനോട്, കാവൽ ദൂതനോട് സംസാരിക്കട്ടെ? അല്ല, ഇതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കണ്ടേ? കണ്ടത് കണ്ടു, പക്ഷെ ഇത് പറ്റണ്ട. എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ നിൽക്കണമെന്ന്, പക്ഷെ പേടിച്ച് വിറങ്ങലിച്ച്. എനിക്ക് മനസ്സിലായി ഇവൻ്റെ കയ്യെ പിടിച്ചിട്ട് നല്ല ചൂടുള്ള സമയത്ത് ഇത് ഐസ് പോലെ തണുത്തിരിക്കുക. ഞാൻ പറഞ്ഞു, കുറച്ച് നേരത്തേക്ക് പോകണ്ട, ഇവിടെ തന്നെ നിന്നോ, ഇതിൽ ദൂതനെയൊക്കെ കണ്ടതല്ലേ, നമുക്ക് ഒരുമിച്ച് ഇത് പ്രാർത്ഥിക്കാം. ദൂതനെ എനിക്കും കാണാൻ പറ്റിയ കുറച്ചുകൂടി സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഒരുമിച്ച് ഇത് പ്രാർത്ഥിച്ചു. പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു മേഖലകൾ, എനിക്കിത് ഒരു കാര്യം എനിക്കറിയാം, ഇവൻ ഈ മലയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ്റെ സ്വന്തം ഭവനത്തിൽ ഒറ്റപ്പെട്ട്, സ്വന്തം അപ്പൻ്റെ അടുത്ത് നിന്ന് ഒറ്റപ്പെട്ട്, അമ്മയുടെ അടുത്ത് നിന്ന് ഒറ്റപ്പെട്ട്, പണമുള്ളവൻ, സമ്പത്തുള്ളവൻ, എല്ലാ അനുഗ്രഹമുള്ളവൻ, ഒന്നുമില്ലാതെ, വണ്ടിക്കാശ് പോലുമില്ലാതെ ഒരു ബസ്സിൽ കയറിയിരുന്ന് പോരുന്ന സമയത്ത്, അങ്ങനെ കയറി വന്നിടത്തുനിന്നാണ് ഞാൻ ബൈക്ക് കയറ്റി നേരെ മലമുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മലമുകളിൽ വന്ന നിമിഷം മുതൽ അവൻ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ആ ഒറ്റപ്പെടലിലാണ് അവനൊരു കാര്യം മനസ്സിലായത്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന, എൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദൂതനുണ്ട്. ബൈക്കിൻ്റെ പുറകിലിരിക്കുമ്പോൾ അവൻ ഒരു കാര്യം എന്നോട് പറഞ്ഞു, ചേട്ടാ, എന്നോട് ഒറ്റ കാര്യമാണ് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളൂ, കർത്താവിന് വിട്ടിട്ട്, നിൻ്റെ ഈ പ്രാന്ത് വിട്ടിട്ട്, നിൻ്റെ ഈ പ്രാർത്ഥന വിട്ടിട്ട് വീട്ടിൽ വന്ന് നിൽക്കുക, എല്ലാ സൗഭാഗ്യവും ഉണ്ടാവും. കാറുണ്ട്, എല്ലാവിധ പണവുമുണ്ട്, സമ്പത്തുണ്ട്, സകല കാര്യമുണ്ട്. ഇവൻ കാറിൻ്റെ താക്കോലവിടെ കൊടുത്തു, സകല കണക്കുകളും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ അറിഞ്ഞ ദൈവത്തെ വിട്ടുകൊണ്ട്
ഞാൻ ഒരു വഴിക്കും പോകത്തില്ല എന്ന് പറഞ്ഞ് എല്ലാ കണക്കുകളും പിതാവിനെ ഏൽപ്പിച്ചിട്ട് വളരെ സ്നേഹത്തോടുകൂടി ഇറങ്ങി തിരിച്ചു പോകുന്ന ബസ്സിൽ കയറുമ്പോൾ ബസ് കാശ് കൊടുക്കാൻ പോലും അവൻ്റെ കയ്യിൽ പൈസയില്ല. അങ്ങനെ നിൽക്കുന്നിടത്താണ് അവൻ നടന്നു വന്ന് ബസ്സിൽ കയറി നേരെ ഇവിടെ വരികയും ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ പിക്ക് ചെയ്ത് നേരെ മലമുകളിൽ പോകുമ്പോഴാണ് ഈ അനുഭവം ഉണ്ടായത്. അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം അവന് കിട്ടി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറഞ്ഞു അവിടേക്ക് പോകണ്ട. യേശുവിൻ്റെ ആത്മാവ് പൗലോസിനോട് പറഞ്ഞു ഇപ്പോൾ അവിടേക്ക് പോകണ്ട. പക്ഷെ നമ്മൾ പിന്നീട് അപ്പസ്തോല പ്രവൃത്തി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണാം, തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് മുഴുവൻ സഭ സ്ഥാപിക്കുകയും അപ്പസ്തോലൻ പ്രസംഗിക്കുകയും ദൈവത്തെ കൊടുക്കുകയും ചെയ്ത സ്ഥലങ്ങളാണ്. പക്ഷേ ദൈവത്തിനൊരു സമയമുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇപ്പോൾ അവിടേക്ക് പോകണ്ട എന്ന് പറഞ്ഞത്. യെശയ്യാ പ്രവചനം 61 അധ്യായം 1-2 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. യെശയ്യാ പ്രവചനം 61 അധ്യായം 1-2 വാക്യം വായിക്കാം. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനം പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ആമേൻ. യേശു ഒരു സിനഗോഗിൽ എഴുന്നേറ്റ് ഈ വാക്യം വായിച്ചിട്ട് പറഞ്ഞു, ഇതിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു, ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്ന് യേശു ഈ യെശയ്യായുടെ പ്രവചനം എടുത്തു വെച്ചിട്ട് വായിച്ചിട്ട് പറഞ്ഞ വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. 61 1-2 വാക്യം. 1 വാക്യം നമ്മൾ ഒന്നുകൂടി വായിക്കുക. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ആരുടെ മേലുണ്ട്? യേശുവിൻ്റെ മേലുണ്ട്. അപ്പോൾ സത്യവേദപുസ്തകത്തിൽ വായിച്ചാൽ യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അങ്ങനെയാണ് സത്യവേദപുസ്തകത്തിൽ കിടക്കുന്നത്. അപ്പോൾ യഹോവയുടെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ അപ്പസ്തോല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചു യേശുവിൻ്റെ ആത്മാവെന്ന് വായിച്ചു, പരിശുദ്ധാത്മാവെന്നും വായിച്ചു. അപ്പോൾ ഈ 3 പേരും ഒരേ കാര്യം തന്നെ പറഞ്ഞു. യഹോവയുടെ ആത്മാവെന്ന് യെശയ്യായിൽ കിടക്കുന്നു, അപ്പസ്തോല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവെന്നും യേശുവിൻ്റെ ആത്മാവെന്നും കിടക്കുന്നു. ഇത് 3 വ്യത്യസ്തമാണോ? ആണോ? 3 ആത്മാവ് വേറെയാണോ? അല്ല, ഒരൊറ്റ ആത്മാവ്. കാരണം യേശു തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നു. ആ ആത്മാവ് എൻ്റെ മേലാണ് വന്നത്, ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു കഴിഞ്ഞു. ഇത് അപ്പസ്തോല പ്രവൃത്തിയിൽ ലൂക്ക പറയുന്നു യേശുവിൻ്റെ ആത്മാവെന്നും പറഞ്ഞു. ഇത് 3 ഒന്ന് തന്നെയാണെന്ന് ദൈവവചനം നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 63 വാക്യം നമ്മളത് വായിക്കുക. 6:63 വിശുദ്ധ കുർബാന സ്ഥാപിച്ച് യേശുവിൻ്റെ ശരീരരക്തങ്ങളെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നമുക്കൊന്ന് വായിക്കാം. 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. വളരെ വിവാദപരമായ ഒരു വാക്യമാണ്. പലപ്പോഴും വിശുദ്ധ കുർബാനയെ കുറിച്ച് അല്ലെങ്കിൽ അതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പലരും എടുത്ത് ഉപയോഗിക്കുന്ന വാക്യമാണ്. അതായത് ശരീരവും ഒന്നിനും ഉപകരിക്കുന്നില്ല, അതുകൊണ്ട് യേശുവിൻ്റെ ശരീരം ഒന്നും ഭക്ഷിക്കേണ്ട, അങ്ങനെ ഒരു കാര്യമൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്യമാണ് 6:63. എന്നാൽ യേശു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം യേശുവിൻ്റെ ഹൃദയത്തിൽ എന്താണ് എന്നുള്ളത് നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലാവും. ഒന്നുകൂടി വായിക്കാം വാക്യം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. കാരണം നമുക്കൊക്കെ ഒരു ആത്മാവുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഉറപ്പാണോ? യേശു ജനത്തെ നോക്കി പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. കാരണം എന്താ? അവരുടെ ജഡം മാത്രമേ ഉള്ളൂ, ആത്മാവ് നിർവീര്യമാണ്, നിർജീവമാണ്, മരിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ പോയി സംസ്കരിക്കട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവുള്ളവൻ അവൻ ജീവനുള്ളവനാണ്. അവൻ മരിച്ചവരല്ല, അവരാരാണ്? ജീവനുള്ളവരാണ്. അപ്പം നമ്മുടെ ആത്മാവും ദൈവാത്മാവുമായി കണക്ട് ചെയ്യുന്നതാണ് യഥാർത്ഥമായ പ്രാർത്ഥന, അല്ലേ? ആത്മാവ് തന്നെ പ്രാർത്ഥിക്കേണ്ട വിധം എന്തെന്ന് അറിയത്തില്ല, പക്ഷെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് കണക്ട് ചെയ്തിട്ട് അവൻ്റെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തും. വചനം വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ വചനം എടുക്കണ്ടല്ലോ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് നെടുവീർപ്പുകളെ പോലും ദൈവസന്നിധിയിലേക്ക് ഉയർത്തും. പലപ്പോഴും ഞങ്ങൾക്ക് അനുഭവമുണ്ട്, പ്രാർത്ഥിക്കണം, അനേക വചനങ്ങളും വാക്യങ്ങളും ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ച് ചിലപ്പോൾ മലയിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വാക്ക് പോലും വരില്ല.
ഒരു വാക്ക് പോലും വരില്ല. നിലവിളി മാത്രമേ ഉണ്ടാവുള്ളൂ, കണ്ണുനീര് മാത്രമേ ഉണ്ടാവുള്ളൂ, നെടുവീർപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ആശ്വാസമായിരിക്കും. കാരണം ആ നെടുവീർപ്പ് എവിടെ നിന്നാണ് വരുന്നത്? ആ നെടുവീർപ്പുകളെ പോലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായി ഉയർത്തുന്ന ഒരു ദൈവാത്മാവുണ്ട്. ചിലപ്പോൾ 2 വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങും, പ്രാർത്ഥന തുടങ്ങും. പക്ഷേ ഇടതടവില്ലാതെ വചനങ്ങൾ വന്നുകൊണ്ടിരിക്കും, ദൈവവാക്യങ്ങൾ വന്നുകൊണ്ടിരിക്കും, പ്രാർത്ഥനകൾ വന്നുകൊണ്ടിരിക്കും. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കും, എവിടെ നിന്നോ ഒരു ഒഴുക്ക് വരുന്നു, എവിടെ നിൽക്കും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഡിനോ ബ്രദറും ബിബിൻ ബ്രദറും രണ്ടുപേരും കൂടി എൻ്റെ വീട്ടിൽ വന്നേക്കാം. അതായത് ആദ്യത്തെ ധ്യാനം കൂടി റിവ്യൂ എടുക്കാൻ വന്നേക്കാം. എങ്ങനെയുണ്ടായിരുന്നു ധ്യാനം? അപ്പോൾ നമ്മൾ കുറേ റിവ്യൂ എടുത്തു. അങ്ങോരത്ര പോരാ, ഇങ്ങോരുടെ ക്ലാസ് അത്ര പോരാ, ഇദ്ദേഹം കുറച്ച് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റിവ്യൂ ഒക്കെ നമ്മളിങ്ങനെ കൊടുത്ത്, നമുക്ക് ഇഷ്ടപ്പെട്ടവരെ നല്ലതെന്നും ഇഷ്ടപ്പെടാത്തവരെ തുറന്നുള്ള റിവ്യൂ ഒക്കെ കൊടുത്ത് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു 12 മണി വരെ ഇരുന്നു. എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് ഇരിക്കുന്നത്. 12 മണിക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ബിബിൻ ബ്രദറെ അറിയാം, ഡിനോ ബ്രദറെ അറിയാം. ഡിനോ ബ്രദറിനെ അറിയുന്നത് എൻ്റെ സ്വന്തം സഹോദരനാണ്, ആലമ്പൻ, ഉടായിപ്പ്, വൃത്തികെട്ടവൻ. ഇതാണ് എനിക്ക് അന്ന് അറിയാവുന്ന കാര്യം. ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും എനിക്കറിയില്ല. ബിബിൻ ബ്രദറെ എനിക്കറിയാം, ഇതൊരു ലോകത്തിൻ്റെ മനുഷ്യൻ, ഗിറ്റാറൊക്കെ വായിച്ച് മുടിയൊക്കെ നീട്ടി വളർത്തി കിണ്ണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആടിപ്പാടി നടക്കുന്ന ഒരു മനുഷ്യൻ. ഇത്ര എനിക്കറിയാം. ഇതിനപ്പുറത്തോട്ട് എനിക്ക് 2 പേരെയും പേഴ്സണലി എനിക്ക് അറിയാവുന്ന കാര്യം. നമ്മൾ കണ്ടിരിക്കുന്ന ഡിനോ ബ്രദർ, നമ്മൾ കണ്ടിരിക്കുന്ന ബിബിൻ ബ്രദർ, ഞാൻ പരിചയമുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടി തിരിച്ചു വന്നിരിക്കുക. ഞാൻ വന്നിരുന്ന് ഞങ്ങൾ 3 പേരും കൂടി ഒരു 12 മണി ഇരുന്ന് വർത്താനം പറഞ്ഞു. 12 മണി കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ച് പിരിയാം എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് പിരിയാന്ന് പറഞ്ഞാൽ ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ പറഞ്ഞാൽ ഒരു തൃത്വസ്തുതി പരിപാടി കഴിഞ്ഞു, സംഭവം പാക്ക് ചെയ്ത് കെട്ടിപ്പൂട്ടി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അവസാനിച്ചു, പോകാം, രക്ഷപ്പെട്ട് എന്ന് കരുതി ഞങ്ങൾ ഇരുന്നോടത്ത് തന്നെ ഇവർ 3 പേരും വട്ടം കൂടി ഇരുന്നു. ഞാനും കൂടെ ഇരുന്നു. കൈ കോർത്ത് പിടിക്കാൻ പറഞ്ഞു, കൈ കോർത്ത് പിടിച്ചു. പ്രാർത്ഥന തുടങ്ങി. ആദ്യം ഡിനോ ബ്രദർ തുടങ്ങി. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഞാൻ നോക്കിയിരുന്നു. പിന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കി, ഇവൻ എവിടെ നോക്കി വായിക്കുന്നേ, നമുക്കറിയണമല്ലോ അത്. ഇതിങ്ങനെ പോവുക, അല്ല പെരിയാർ മറ്റേ തുറന്നു വിട്ട പോലെ, ഇടമലയാറ് തുറന്നു വിട്ട പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു. ഇവൻ പറയുന്നത് മുഴുവൻ വചനമാണ്, ഒരൊറ്റെണ്ണം വചനമല്ലാതില്ല, ദൈവവചനം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നോക്കുക, ഇവൻ മൊബൈൽ എങ്ങാനും വെച്ച് എവിടെ നിന്നെങ്കിലും വായിക്കുകയാണോ? ഞാനിങ്ങനെ ഇടയിൽ കണ്ണിട്ട് നോക്കി, ഇല്ല, വായിക്കുന്നൊന്നുമില്ല. ഇവൻ കണ്ണടച്ചിരിക്കുക. കുറേ നേരം കൈ പൊക്കി. കുറച്ചേരം കഴിയുമ്പോൾ എനിക്ക് കൈ കഴിച്ചു. ഞാൻ പയ്യെ കൈ താത്തി. ഇവന്മാർ വിടുവോ? 2 എണ്ണം, ഒരു മതിമല്ലനും ഒരു ചെറിയ മല്ലനും കൂടി എൻ്റെ കൈ വച്ചിരിക്കുക. ഞാൻ പിന്നെ തൂങ്ങി ഇവന്മാരുടെ അടുത്ത്. ഇങ്ങനെയെങ്കിലും മാറ്റൂലോ? എവിടെ മാറ്റാൻ? 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്ന് ഒടിഞ്ഞു. കാരണം നമുക്കിത് ശീലമില്ലാത്ത കാര്യമാണ്, പരിചയമില്ലാത്ത കാര്യമാണ്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡിനോ ബ്രദറിൻ്റെ പരിപാടി നിർത്തി. ഇപ്പുറത്ത് ബിബിൻ ബ്രദർ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി, ഇങ്ങോട്ട് പെട്ടെന്ന് നിർത്തുമായിരിക്കും, കാരണം അലമ്പനാണല്ലോ. ഇതുപോലെ തന്നെ 5 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 15 കഴിഞ്ഞു. കൈ ഞാൻ വലിച്ചു നോക്കി, വിടത്തില്ല. കൈ വലിക്കുമ്പോൾ മുറുക്കും, അപ്പോൾ നമ്മുടെ കൈ വേദനിക്കും. കാരണം ഈ വിരലുകൾ തമ്മിൽ ഇങ്ങനെ കോർത്താ പിടിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പിന്നെ ലൂസാക്കും, വലിക്കാനും നിൽക്കത്തില്ല. എൻ്റെ പൊന്നെ ഒരു അരമണിക്കൂർ എങ്ങാണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവന്മാരുടെ പുറകിൽ ഏതോ ഒരു ആത്മാവ് കളിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആഗ്രഹമായി, ഈ ആത്മാവിനെ എനിക്കും സ്വീകരിക്കണം, എനിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കണം. കാരണം ഞാൻ അറിയുന്ന ഈ 2 അലമ്പന്മാർക്കും ഈ കഴിവില്ല. ഈ കഴിവ് കൊടുത്തത് മറ്റേതോ വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ഒരു ആത്മാവാണ്. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ഡിനോ ബ്രദർ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കണം. നമുക്ക് വേറെ കാര്യമൊന്നും അറിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണം നമുക്കറിയില്ല. ആകെ അറിയാവുന്ന കാര്യം ബിബിൻ ബ്രദറും ഡിനോ ബ്രദറും പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കണം. ഒരു ദിവസം ഡിനോ ബ്രദറാണോ റിനോ ബ്രദറാണോ ആരോ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡസ്റ്റിൻ മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലും. അപ്പം ഞാൻ എന്ന് പറഞ്ഞു. കാരണം നമുക്കാകെ അറിയാവുന്നത് ഹാലേലൂയ, സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, ഇത്രയും നമുക്ക് അറിയത്തുള്ളൂ. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ 1 മിനിറ്റ് കഴിഞ്ഞ പരിപാടി തീരും, നമ്മുടെ സ്റ്റോക്ക് തീർന്നു. പിന്നെ നമ്മൾ പുറകോട്ട് നോക്കിയിരിക്കുന്നത് എവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയില്ല. പക്ഷെ അന്ന് ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രീ പ്ലാനും ഇല്ല, ഒരു വചനവും എൻ്റെ മുമ്പിലില്ല. പക്ഷെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഇടതടവില്ലാതെ ദൈവവചനം എൻ്റെ അതരത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഞാൻ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ കണ്ണടച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മിനിറ്റ് എന്ന് ഞാൻ വിചാരിച്ചു പോയത് 10-15 മിനിറ്റ്, എത്ര മിനിറ്റ് എനിക്ക് പോലും കാൽക്കുലേഷൻ ഇല്ല. കുറച്ച് ദീർഘനേരം നീണ്ടുപോയി. മലയാറ്റൂർ മലയുടെ താഴെ ആ പാറയുടെ പുറകിൽ നിന്ന് ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ നടത്താൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന്
പ്രാർത്ഥിക്കേണ്ട വിധം അറിയാത്തവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നവനാണ് ആ ദൈവത്തിൻ്റെ ആത്മാവെന്നുള്ള ബോധ്യം എനിക്ക് വെളിപ്പെട്ടു. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ആത്മാവിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മൾ വചനം വായിക്കുകയാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എൻ്റെ ശരീരത്തിന് യാതൊരു താല്പര്യമില്ല പ്രാർത്ഥിക്കണമെന്ന്, യാതൊരു താല്പര്യമില്ല വചനം കേൾക്കണമെന്ന്, യാതൊരു താല്പര്യമില്ല കരമുയർത്തി പിടിക്കണമെന്ന്. വല്ല താല്പര്യമുണ്ടോ? കാരണം ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്താണെന്ന് ഗലാത്യ ലേഖനം വ്യക്തമായിട്ട് പറയുന്നു. അത് അസൂയ, വിദ്വേഷം, ഇങ്ങനെയുള്ള ജഡികമായ പ്രവർത്തികളാണ് ജഡത്തിനുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ജഡത്തിന്? ഇല്ല. ആത്മാവിൻ്റെ പ്രവർത്തനം നേരെ തിരിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുണ്ട്, വരങ്ങളുണ്ട്. ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. ജഡത്തിൻ്റെ വ്യാപാരങ്ങളും പ്രവർത്തനങ്ങളും നേരെ വ്യത്യസ്തമാണ്. നീ ജഡത്തിലാണ് നടക്കുന്നതെങ്കിൽ ജഡം നിന്നെ മരണത്തിലേക്ക് നയിക്കും. ആത്മാവിലാണ് നടക്കുന്നതെങ്കിൽ ആത്മാവ് നിന്നെ ജീവനിലേക്ക് നയിക്കും. യേശു പറയുകയാണ്, ആത്മാവ് ആണ് ജീവൻ നൽകുന്നത്. വായിക്കാം ആ വചനം 6:61 വായിക്കാം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിന്റെ ശരീരം, നിന്റെ ജഡം ഒന്നിനും ഉപകരിക്കത്തില്ല, എന്നാൽ നിന്റെ ആത്മാവ് ജീവൻ നൽകും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇവിടെ കുറേ എണ്ണം ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇതെല്ലാം മരിച്ചവരാ. എങ്ങനെ മരിച്ചവർ? ആത്മാവിൽ മരിച്ച് ജഡത്തിൽ ജീവിക്കുന്ന ജനത്തെ നോക്കിയിട്ടാണ് യേശു പറയുന്നത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറയുന്നത്. ആത്മാവിൽ എന്ത് ചെയ്തേക്കുക? മരിച്ചേക്കുക. ആത്മാവിൽ അവന് ജീവനില്ല, പക്ഷെ ജഡത്തിൽ ഇവിടെയുണ്ട്. നമ്മളും പലപ്പോഴും അങ്ങനെയല്ലേ, ക്യാമ്പിന് വരും, പ്രാർത്ഥനയ്ക്ക് വരും, ഇരുന്നുറങ്ങും. എന്താ പ്രശ്നം? ആത്മാവ് ക്ഷയിച്ചിരിക്കുക, മരിച്ചിരിക്കുക. നിങ്ങൾ തട്ടി ഉണർത്തി നോക്കിയേ, 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങും. ഈ സാധനത്തിന് എന്താ ഇല്ലാത്ത? ആത്മാവ് കറക്റ്റല്ല, ആത്മാവിനാൽ നടത്തപ്പെടുന്നവനല്ല ഈ വ്യക്തി. നമ്മൾ എത്ര വിളിച്ചാലും ഇവർക്ക് പറ്റത്തില്ല, ഇവരിങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. 2 കൊരിന്തോസ് 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഒന്നുകൂടി വായിക്കാം. 2 കൊരിന്തോസ് 3:1. ഞങ്ങൾ വീണ്ടും ആത്മപ്രശംസ ചെയ്യാനോ മറ്റു ചിലർക്കെന്നതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ പേർക്കോ നിങ്ങളിൽ നിന്നോ ശുപാർശക്കത്ത് ആവശ്യമുണ്ടോ? അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം ബ്രദറെ. കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്. ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാകാത്ത വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. അതായത് കൽപ്പലയിൽ എഴുതപ്പെട്ട നിയമം എന്നാ പറഞ്ഞിരിക്കുന്നത്. കൽപ്പലകയിൽ എഴുതപ്പെട്ട നിയമം, ആ നിയമം എന്ത് ചെയ്തിരിക്കുന്നു? നമ്മളെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ ആത്മാവുള്ളടത്ത് ജീവനുണ്ട്. അതാണ് യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 63-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എഴുതി പറഞ്ഞിരിക്കുന്നത്, ആത്മാവിൻ്റെ ശുശ്രൂഷ ജീവനിലേക്ക് ആണ് നയിക്കുന്നത്. ജഡത്തിൻ്റെ ശുശ്രൂഷയാകട്ടെ, ജഡത്തിലുള്ളവനാകട്ടെ അവൻ മരണത്തിലേക്ക്. നമ്മൾ റോമാലേഖനം നേരത്തെ വായിച്ചു, 8:9 വായിച്ചു. ആത്മാവിലുള്ളവനും ജഡത്തിലുള്ളവനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വായിച്ചു. അതേ വാക്യം തന്നെയാണ് യോഹന്നാനിൽ 6:63 യേശു പ്രതിപാദിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 8:32 വായിക്കാം. 8-ാം അധ്യായം യോഹന്നാൻ 8:32. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങളെ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യേശുവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട്, പരിശുദ്ധാത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നേരത്തെ നമ്മൾ യെശയ്യാ പ്രവചനം 61 വായിച്ചു. സത്യാത്മാവ് വരും, യഹോവയുടെ ആത്മാവ് എന്നിൽ വരും, അവൻ നമ്മളെ സ്വതന്ത്രനാക്കും. യേശുവിൻ്റെ ആത്മാവ് വരുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകും. അതേ വാക്യം തന്നെ പറയുന്നത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താണ് സത്യം? എന്താണ് സത്യം? എന്താണ് സത്യം? യേശുവാണ് സത്യം. യേശുവിനെ നിങ്ങൾ അറിഞ്ഞാൽ യേശു നിങ്ങളെ സ്വതന്ത്രരാക്കും. നമ്മളിപ്പോൾ അടിമയാണ്. ആ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒറ്റ കാര്യമുള്ളൂ, ആത്മാവ് നമ്മുടെ മേൽ വന്നേ പറ്റൂ. ആത്മാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. 1 കൊരിന്തോസ് 15-ാം അധ്യായം 45-ാം വാക്യം കൂടി വായിക്കാം. 1 കൊരിന്തോസ്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ ആദ്യ മനുഷ്യനായ ആദം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ആദം അല്ലേ? അവൻ ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ആരാണ്? രണ്ടാം ആദം ആരാണ്? യേശു. യേശു
ജീവദാതാവായ ആത്മാവായി തീർന്നു. ജീവദാതാവായ ആത്മാവായി തീർന്നു. യേശു ആരായിട്ട് തീർന്നു? ആത്മാവായി തീർന്നു. അപ്പൊ യേശുവിന്റെ ആത്മാവ് ആണോ? നേരത്തെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ചു, യേശുവിന്റെ ആത്മാവ്, ജീവദാതാവായ യേശുവിന്റെ ആത്മാവ് ആത്മാവായി തീർന്നു. വീണ്ടും ഒരു കണക്ഷൻ വരിക. പരിശുദ്ധാത്മാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണെന്ന് നമുക്ക് വീണ്ടും ദൈവവചനം നമ്മുടെ മുൻപിൽ വ്യക്തമായി വെളിപ്പെടുത്തിയ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇനി വചനം വേണോ അതിനകത്ത്? ഇനിയുണ്ട്. ഞാനൊരു 10 കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അത്രയൊന്നും പോവാൻ സമയമില്ല. ഏകദേശം സമയം നമ്മുടെ അവസാനിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെ ഉണ്ടോ? ഉണ്ടോ? ഞാനും പിതാവും ഒന്ന് വസിക്കുമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വസിക്കുമോ? എപ്പോഴാണ് വസിക്കുന്നത്? എവിടെ വസിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാത്തത്? ഞാൻ നേരത്തെ ചോദിച്ചു, എത്ര പേർക്ക് ഫിസിക്കലി പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്? കുറച്ച് കരങ്ങൾ ഉയർന്നു, കുറച്ച് കരങ്ങൾ ഇല്ലായിരുന്നു. ചിലരിങ്ങനെ അത്ഭുതത്തോട് നോക്കി, എപ്പേ ഞാൻ കണ്ടില്ലല്ലോ. ആഗ്രഹമുണ്ട് പലർക്കും. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഫിസിക്കലി ഫീൽ ചെയ്തത് മനസ്സിലായ ചില സിറ്റുവേഷൻസ് ഞാനൊന്ന് പറഞ്ഞു പോകാം. വായിക്കാനുള്ള സമയമില്ല, പക്ഷെ ഞാനൊന്ന് പറഞ്ഞു പോകാം. നമുക്കത് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഒന്ന്, യാക്കോബ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ യാബോക്ക് കടവിലിരുന്ന് ദൈവവുമായിട്ടൊരു എഗ്രിമെൻ്റ് ഒക്കെ ചെയ്തു. അവൻ അവിടെ വിട്ട് പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത്, അല്ലേ? തൻ്റെ സഹോദരനെ ഭയപ്പെട്ട് അവൻ ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അവിടെ ഒരു ദൈവ സാന്നിധ്യം അവൻ അനുഭവിച്ചു. അവൻ അവിടെ ഒരു കല്ല് നാട്ടി അവിടെ ദൈവത്തെ ആരാധിച്ചു. നേരെ തിരിച്ചുപോയി. അവിടെ പോയി 21 വർഷം അവൻ ജീവിച്ചു. അവൻ ഒറ്റയ്ക്കായിരുന്നു. അവന് ഒരു ഭാര്യയെ ആഗ്രഹിച്ചു, 2 പേരെ കിട്ടി, 2 തോഴിമാരെ കിട്ടി, 4 പേരും 12 മക്കളും, സന്തോഷം, ആടുകൾ, ആടുമാടുകൾ, കാളക്കിടാങ്ങൾ, സമ്പത്ത്, അനുഗ്രഹം എല്ലാം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ 21 വർഷവും അവൻ എന്തുണ്ടായില്ല? വലിയ അനുഭവം ഒന്നും ഉണ്ടായില്ല. അവനിങ്ങനെ ഓടി നടന്നു. പലപ്പോഴും അവൻ ദൈവത്തോട് ചേർന്നൊക്കെ ഇരുന്നു. എങ്കിലും അവൻ്റെ ഏറ്റവും വലിയ അനുഭവം വരുന്നത് അവൻ ആ യാബോക്ക് കടവിൽ വന്ന് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 12 മക്കളെയും 4 ഭാര്യമാരെയും ആടുകളെയും പശുക്കിടാങ്ങളെയും അവൻ്റെ സമ്പത്തും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സകലതും അവൻ കരയ്ക്കപ്പുറം കടത്തി. അവനവിടെ വന്നു. അവൻ കടവിനിപ്പുറത്ത് ഒറ്റയ്ക്ക് ഏകാന്തനായി, ആരുമില്ലാതെ, ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുക. അപ്പോൾ അവിടേക്ക് ആര് കടന്നു വന്നു? ആര് വന്നു? ദൈവത്തിൻ്റെ ദൂതൻ വന്നു. അവനുമായി മൽപ്പിടുത്തം നടത്തി. ദൈവ സാന്നിധ്യം അവൻ അനുഭവിച്ചു. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ പോകരുത് എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്ത, അല്ലെങ്കിൽ മൽപ്പിടുത്തം നടത്തിയ, സ്നേഹപ്രകടനം നടത്തിയ മനുഷ്യൻ ദൈവത്തോട് തന്നെ ഒരു മൽപ്പിടുത്തം നടത്തുന്ന ഒരവസ്ഥ നമ്മൾ അവിടെ വായിക്കുകയാണ്. യാക്കോബ് ഒറ്റയ്ക്കായിരുന്നപ്പോൾ, ഒരാളും ഇല്ലാതിരുന്നപ്പോൾ ദൈവത്തെ അനുഭവിക്കുകയും ദൈവത്തെ കാണുകയും ചെയ്തു. എത്ര പേര് ഒറ്റയ്ക്കായിട്ടുണ്ട്? ആരെങ്കിലും നിങ്ങൾ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ അപ്പം തന്നെ കരയുക, കർത്താവേ എന്താണ്, ഞാൻ ഒറ്റയ്ക്കാ, ഒരു മനുഷ്യനില്ല, ഞാൻ പ്രാർത്ഥനക്കാരനാ, ഞാൻ ദൈവത്തിലാ, ഞാൻ ദൈവ സാന്നിധ്യത്തിലാ, ഞാൻ നിന്നെ ആരാധിക്കുന്നവനല്ലേ. പ്രാർത്ഥനക്കാരൻ എന്നെ ഒറ്റപ്പെടുത്തി. എന്നെ വീട്ടുകാർ പണ്ടേ ഒറ്റപ്പെടുത്തിയതാ. എൻ്റെ ബന്ധുക്കാരാണെങ്കിൽ പണ്ടേ എന്നെ മാറ്റി നിർത്തിയതാ. ഒരൊറ്റ ആൾ പോലുമില്ല എന്നെ ഒന്ന് സ്നേഹിക്കാൻ, എൻ്റെ സങ്കടം പറയാൻ, എൻ്റെ വേദന പറയാൻ, എൻ്റെ ദുഃഖം പറയാൻ. കർത്താവ് പറയുക, നീ ആശ്രയിക്കുന്നത് മനുഷ്യനെയാണ്, നീ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ സാന്നിധ്യമാണ്, നീ ആശിക്കുന്നത് മനുഷ്യൻ്റെ കരുതലും സ്നേഹവും സാമീപ്യവും ആണ് നീ ആഗ്രഹിക്കുന്നത്. യാക്കോബ് ഇതെല്ലാം ഉപേക്ഷിച്ച് എല്ലാത്തിനെയും പറഞ്ഞു വിട്ടപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വരികയും അവനെ സ്നേഹിക്കുകയും അവനുമായൊരു യുദ്ധം നടത്തുന്ന, ഒരു മൽപ്പിടുത്തം നടത്തുന്ന തരത്തിലേക്ക് വരെ വന്നു. നമ്മുടെ പ്രശ്നം, നമ്മൾ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ കരമാണ്. ആരെങ്കിലും എന്നെ ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ കരം പിടിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും എൻ്റെ സങ്കടം ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെങ്കിലും എൻ്റെ വിഷമം ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കി എന്നെ ഒന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ. ഇതാണ് നിൻ്റെ പ്രാർത്ഥന. എപ്പോഴും നമ്മുടെ പ്രശ്നം അതാ. ദൈവം ആഗ്രഹിക്കുന്നത് നീ ഒറ്റപ്പെടുമ്പോൾ, നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്, ദൈവത്തിനൊന്ന് നിൻ്റെ അടുത്തോട്ട് വരണം, ദൈവത്തിന് നിന്നെ
ഒന്ന് സ്നേഹിക്കണം, നിന്നെ ഒന്ന് വാരി പുണരണം, നിന്റെ കൂടെ ഒന്ന് നടക്കണം, നിന്നെ ഒന്ന് നടത്തണം. നീ എവിടെ പോകണമെന്ന് നീ ആഗ്രഹിക്കാത്തപ്പോ ദൈവത്തിന് ആഗ്രഹമുണ്ട് നിന്നെ ഇന്ന വഴിക്ക് നടത്തണമെന്നും നീ പോകേണ്ട വഴിയെ കാണിച്ചു തരണമെന്നും ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും ദൈവത്തിന്റെ കരം പിടിക്കുന്നതിന് പകരം നമ്മൾ എവിടെ പോയി പിടിക്കുക? മനുഷ്യന്റെ കരത്തിൽ പിടിക്കുന്നു, മനുഷ്യന്റെ കരത്തിൽ ആശ്രയിക്കുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങള് നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ടിട്ടുണ്ടല്ലേ, ഇല്ലേ? നമ്മൾ ആത്മീയ അഹങ്കാരത്തോടുകൂടി പറഞ്ഞൊരു കാര്യമാണ്, ബന്ധുക്കാരില്ലെങ്കിലും സ്വന്തക്കാരില്ലെങ്കിലും വീട്ടുകാരില്ലെങ്കിലും ഞങ്ങൾക്ക് ആരുണ്ട്? പ്രാർത്ഥനക്കാരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമുക്കൊരു കാര്യം കാണിച്ചു തന്നു. ഒരൊറ്റ ബെഡിൽ കിടക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, 2 പേർ കിടക്കയിൽ ഉറങ്ങിക്കിടക്കുകയായിരിക്കും, ഒരുവൻ എടുക്കപ്പെടും, മറ്റവൻ അവശേഷിക്കും. നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആരും ഉണ്ടാകത്തില്ല. ഒരു പ്രതിസന്ധി വരുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ കൂടെ ആരാധിക്കുന്നവനും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, കൂടെ കരം കോർത്ത് പിടിക്കുന്നവനും ഉണ്ടാകത്തില്ല, ആശ്വസിപ്പിച്ചവനും ഉണ്ടാകത്തില്ല, നീ സഹായിച്ചവനും നീ സ്നേഹിച്ചവനും ഒരു മനുഷ്യനെ പ്രതീക്ഷിക്കരുത്, ഒരൊറ്റ ആളെയും പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകരുത്. ഒരുവനിൽ മാത്രം ആശ്രയിക്കണം, സ്വർഗസ്ഥനായ ദൈവത്തിൽ, അവന്റെ ആത്മാവിൽ, പുത്രനായ യേശുവിൽ അല്ലാതെ മറ്റൊരുവനിലും ആശ്രയിച്ചിട്ട് കാര്യമില്ല, ഒരുവനെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ വിചാരിക്കും അവനായിരിക്കും നമ്മളെ സഹായിക്കുക, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഓടി വരുന്നവൻ അവനായിരിക്കും. നോ, ഒരുവനെയും വിചാരിക്കരുത്, ഒരുവനിലും പ്രത്യാശ അർപ്പിക്കരുത്. നിനക്ക് പ്രത്യാശ അർപ്പിക്കാൻ ഒരേ ഒരുവനേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവും അവന്റെ ആത്മാവും. ആ ദൈവവുമല്ലാതെ മറ്റാരിലും നീ പ്രത്യാശ അർപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തില് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുക, ദാനിയേലിന്റെ ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നു, അനേക ആളുകൾ, രാജാവ്, പരിവാരങ്ങൾ, അവന്റെ സുഹൃത്തുക്കൾ, കൂട്ടുകാർ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ദാനിയേൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ദാനിയേൽ എത്തിപ്പെട്ടു എന്ന് ദാനിയേലിന്റെ 10-ാം അധ്യായം അതിന്റെ ദൈവത്തിന്റെ വചനം പറയുക. അവൻ എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, എഴുന്നേൽക്കുക, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. എൻ്റെ അടുത്തേക്ക് നിന്നെ എൻ്റെ അടുത്തേക്കാണ് അയച്ചിരിക്കുന്നത്. അവനിത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന് നീ നിന്നെ ദൈവത്തിന് മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. നീ ഒറ്റയ്ക്കാ, പക്ഷേ നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. കർത്താവിൻ്റെ ആത്മാവ് പറയുക, 16-ാം വാക്യം, മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ വായ് തുറന്ന് സംസാരിച്ചു. എൻ്റെ അടുത്ത് നിന്നവരോട് ഞാൻ പറഞ്ഞു, പ്രഭോ, ദർശനം നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു, എൻ്റെ ശക്തി ക്ഷയിച്ചു. എങ്ങനെ ഈ ദാസനോട് അങ്ങയോട് സംസാരിക്കാനാകും? ശക്തിയോ ശ്വാസമോ എന്നിൽ അവശേഷിച്ചിട്ടില്ല. മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പറഞ്ഞു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ചു ഞാൻ പറഞ്ഞു, പ്രഭോ, സംസാരിച്ചാലും അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു. ദാനിയേൽ ഒറ്റയ്ക്കാണെന്നുള്ള ബോധ്യം വന്നപ്പോൾ, ഭയപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അവനെ ശക്തിപ്പെടുത്തുന്നു, അവനെ ബലപ്പെടുത്തുന്നു, അവനെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ ദൈവവചനത്തിൽ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഏകദേശം 90 വയസ്സിനും 100 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു പടുവൃദ്ധനായ, വളരെ ചെറുപ്പത്തിൽ കർത്താവിൻ്റെ കൂടെ നടന്ന്, യേശുവിൻ്റെ വശസിൽ ചാരിക്കിടന്ന്, യേശുവിൻ്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ച്, യേശുവിൻ്റെ സ്നേഹവും കരുതലും ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു ദാസനുണ്ട്, ഒരു ശിഷ്യനുണ്ട്, യോഹന്നാൻ. ഈ യോഹന്നാൻ യേശുവിൻ്റെ കൂടെ നടന്നു എന്ന വചനം പറയുന്നത് അല്ലേ? വശസിൽ ചാരിക്കിടന്നു, യേശുവിനോട് ചേർന്നിരുന്നു. അവന്റെ വശസിൽ ചാരിക്കിടക്കാൻ അനുവാദമുള്ളവൻ, സ്വാതന്ത്ര്യമുള്ളവൻ, അത്രത്തോളം സ്വാതന്ത്ര്യമുള്ള വേറൊരു ശിഷ്യനില്ല. 12 ശിഷ്യന്മാരിൽ 70 പേരിൽ വേറൊരു വ്യക്തിയില്ല. അത്രത്തോളം സ്വാതന്ത്ര്യമുള്ള യോഹന്നാൻ അവന്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ, ശക്തമായ ശുശ്രൂഷകൾ, വർഷങ്ങളോളം കർത്താവിന് വേണ്ടി പോരാടി മുന്നോട്ട് പോയവൻ ഏകദേശം 90 വയസ്സ് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ പ്രതി പത്മോസിൽ ഒറ്റപ്പെടുകയാണ്. ക്രിസ്തുവിനെ പ്രതി
ഒറ്റപ്പെടുകയാണ്. യാതൊരു വ്യക്തിയുമില്ലാത്ത വണ്ണം, ഒരു വ്യക്തിയുമില്ലാത്ത വണ്ണം ക്രിസ്തുവിനെ പ്രതി ഒറ്റപ്പെട്ട് നിൽക്കുന്നതാ നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവത്തിന്റെ വചനം പറയുക, നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുകാരനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെ കുറിച്ചും നൽകിയ സാക്ഷ്യത്തെ പ്രതി പത്മോസ് എന്ന ദ്വീപിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ, ദൈവവചനത്തിന്റെ പേരിൽ പത്മോസ് എന്ന ദ്വീപിൽ അവനെ ഒറ്റപ്പെടുത്തിയിരിക്കുക. പത്മോസിൽ അവനെ കൂട്ടായി ആകെയുള്ളത് ചില തലയോട്ടികളും മനുഷ്യ അവശിഷ്ടങ്ങളും ശരീര അവശിഷ്ടങ്ങളും എല്ലും തോലുമായി നിൽക്കുന്ന ഒരു ദ്വീപ്. ഒരൊറ്റ ആള് പോലുമില്ല, ഒരു മനുഷ്യനില്ല. ചുറ്റും അസ്ഥികൂടങ്ങളും തലയോട്ടുകളും അല്ലാതെ യാതൊന്നുമില്ല. അവിടെ പത്മോസിൽ ഒറ്റയ്ക്കായിരിക്കുന്ന യോഹന്നാൻ ദൈവത്തോട് പറയുകയാ, ഞാൻ പത്മോസിൽ ഇതാ ഒറ്റയ്ക്കാ, എനിക്ക് ആരുമില്ല സഹായത്തിന്, ഒരു മനുഷ്യൻ പോലുമില്ല, ഒരു കരം പോലുമില്ല. ഒരിക്കൽ എനിക്ക് വേദന ഉണ്ടായപ്പോ, എനിക്ക് സങ്കടമുണ്ടായപ്പോ എനിക്ക് ചാരിക്കിടക്കാൻ ഒരു വശസ്സുണ്ടായിരുന്നു. ഹൃദയത്തിന്റെ ആ ചേർന്ന് നടന്നവനാ ഞാൻ. ആ ചൂട് ഞാൻ അനുഭവിച്ചതാ. പക്ഷേ ഇന്ന് എനിക്ക് ആരുമില്ലല്ലോ. എന്തിനെ പ്രതിയാ? സുവിശേഷത്തെ പ്രതി, ദൈവവചനം പ്രഘോഷിച്ചതിനെ പ്രതി, യേശുവിനെ കുറിച്ച് പറഞ്ഞതിനെ പ്രതി ഞാനിതാ പത്മോസിൽ ഒറ്റപ്പെടുകയാ. വീണ്ടും വചനം പറയുക, കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെത് പോലുള്ളൊരു വലിയ സ്വരം എൻ്റെ പുറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതുക, എഫേസുസ് അങ്ങനെ 7 സഭകൾക്ക് നീ പറഞ്ഞു വെക്കുക. എന്നോട് സംസാരിച്ച സ്വരം ശ്രവിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠത്തിന് മധ്യേ മനുഷ്യപുത്രനെ പോലെ ഒരുവനെ ഞാൻ കണ്ടു. അവൻ്റെ പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടുള്ള സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. യേശുവിൻ്റെ ആത്മാവ് അവൻ്റെ അടുത്ത് വരികയാണ്. യേശുവിൻ്റെ സാമീപ്യം അവൻ്റെ മുൻപിൽ വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ കരുതൽ അവന് മുമ്പിൽ വരിക. എപ്പോഴാ വന്നേ? അവൻ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ, ആരുമില്ലാതായപ്പോൾ, ഒരു മനുഷ്യനും ഇല്ലാതായപ്പോൾ അവൻ ആഗ്രഹിക്കുക, എനിക്കൊന്ന് ചാരിക്കിടക്കാൻ ഒരുവൻ വേണം, എനിക്കൊന്ന് ചേർന്ന് നിൽക്കാൻ ഒരുവൻ വേണം, ഒരു വശസ് എനിക്ക് വേണമെന്ന് അവൻ എപ്പോൾ ആഗ്രഹിച്ചോ, അവൻ മനുഷ്യന്റെ കരങ്ങളിലല്ല അവൻ ആശ്രയിച്ചത്, ദൈവത്തിന്റെ ആത്മാവിൽ അവൻ ആശ്രയിച്ചപ്പോൾ ആ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലെ ഇറങ്ങി വന്നു. ഇന്ന് എത്ര പേര് ദൈവവചനത്തെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പറയുക, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ആത്മാവുണ്ട്, നിന്റെ മേലെ ഇറങ്ങി വരുന്ന ഒരു ആത്മാവുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മളോട് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നിന്റെ മേലെ ഇറങ്ങി വരുന്ന ഒരു പരിശുദ്ധാത്മാവ്, നിന്നെ നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവ്, നിന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവ്, നിന്നെ വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവ്, നിന്നെ ഏകനായി വിടത്തില്ല, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ആത്മാവാ. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാ. ജെറുസലേമിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോ ഒരു രഥത്തിൽ ഇതാ ഒരു ഷണ്ടനായ ഒരുവൻ നിൽക്കുകയാ. അവന്റെ വിശ്വാസത്തിലേക്ക് നടത്താൻ ഫിലിപ്പോസിനെ മുടിക്ക് പിടിച്ച് അവന്റെ മുൻപിൽ കൊണ്ടുവന്ന് വിശ്വാസം പകർന്ന് വചനം കൊടുത്ത് സുവിശേഷം കൊടുത്ത് സ്നാനപ്പെടുത്തി ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നിട്ട് ഫിലിപ്പോസ് പിന്നെ അവന്റെ പിന്നാലെ നടക്കുന്നില്ല. ഫിലിപ്പോസിനെ ദൈവം അടുത്ത സുവിശേഷത്തിന് അടുത്ത വഴിക്ക് അവന്റെ മുടിയെ പിടിച്ച് നടത്തി മാറ്റിപ്പോയി. കാരണം ദൈവത്തിന്റെ ആത്മാവിനറിയാം, ഇനി ഷണ്ടനെ നടത്തുവാൻ ഞാൻ അവന്റെ മേൽ ഒരു സഹായകനെ അയച്ചിട്ടുണ്ട്, ഒരു പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ്, ആ ദൈവത്തിന്റെ ആത്മാവ് ആ ഷണ്ടനെ നടത്തിക്കൊള്ളും. ഇനി ഫിലിപ്പോസ് അല്ല അവനെ നടത്തേണ്ടത്, ഫിലിപ്പോസ് അല്ല അവനെ വഴി നടത്തേണ്ടത്, പരിശുദ്ധാത്മാവാണ് അവനെ നടത്തേണ്ടത്, പരിശുദ്ധാത്മാവാണ് അവനെ നയിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശു പറയുക, ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു സത്യാത്മാവ്, ഒരു സത്യത്തിന്റെ പരിശുദ്ധാത്മാവ്, നിന്നെ നടത്തുന്ന ആത്മാവ് നിന്നെ നടത്തുവാൻ നിന്റെ മേൽ വരും. ആ ആത്മാവ് നിന്നെ സത്യത്തിലേക്ക്, സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നടത്തും. എത്ര പേര് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം? ആ
ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എത്ര പേര് ആഗ്രഹിക്കുന്നു? കർത്താവേ, എൻ്റെ മേൽ കടന്നു വരണമേ, എൻ്റെ മേൽ ആത്മാവിനെ പകരണമേ, എൻ്റെ മേൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കണമേ, എൻ്റെ മേൽ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അയക്കണമേ, ആത്മാവിൻ്റെ നവചൈതന്യം അളവില്ലാതെ എൻ്റെ മേലൊന്ന് നിറയ്ക്കണമേ, ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നിന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളൊക്കെ നടച്ചേ. എത്ര പേർക്ക് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു? ആ പിതാവിൻ്റെ ആത്മാവിനെ, യഹോവയുടെ ആത്മാവിനെ, സത്യാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, യേശുവിന്റെ ആത്മാവിനെ, ദൈവം ആത്മാവാകുന്നു, പിതാവ് ആത്മാവാകുന്നു, പുത്രൻ ആത്മാവാകുന്നു, പരിശുദ്ധാത്മാവ് ദൈവമാകുന്നു എന്ന് പറഞ്ഞ ആ പ്രഖ്യാപിച്ച ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുക, ഞാനും എൻ്റെ പിതാവും പരിശുദ്ധാത്മാവും വന്ന് നിന്റെ ഉള്ളിൽ വന്ന് വസിക്കാൻ ആഗ്രഹിക്കുക. ഏക സത്യ ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കാൻ ആഗ്രഹിക്കുക. എത്ര പേർക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കും? കർത്താവേ, നിന്റെ ആത്മാവിനെ എന്നെ നടത്തുവാൻ ഇതാണ് വഴി മകനെ, ഇതിലേ പോവുക എന്ന് പറഞ്ഞ് എന്നെ നടത്തുന്ന, എന്നെ കൈക്ക് പിടിച്ച് നടത്തുന്ന, എന്നെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുന്ന, എന്നെ നടത്തുന്ന ആ പരിശുദ്ധാത്മാവ് ഇന്ന് എൻ്റെ മേലൊന്ന് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു.